ഇടുക്കിയിലെ വളഞ്ഞു പുളഞ്ഞ മലയോര പാതകളിലൂടെ ആ കറുത്ത ഇന്നോവ കാർ എഞ്ചിൻ ഇരമ്പിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുകയായിരുന്നു. പുറത്ത് ഇരുട്ട് കറുത്തു തുടങ്ങിയിരുന്നു. കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം പോലും വിഴുങ്ങാൻ തക്കവണ്ണം കൊടും തണുപ്പുള്ള കോടമഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി വന്നിരുന്നു. ഒരു ഡാർക്ക് സിനിമാറ്റിക് ഫ്രെയിം പോലെ ഭയാനകവും എന്നാൽ മനോഹരവുമായ അന്തരീക്ഷം. സ്റ്റീറിങ്ങിൽ മുറുക്കെ പിടിച്ച് അതീവ ശ്രദ്ധയോടെ ജോജിയാണ് വണ്ടി ഓടിക്കുന്നത്. മുൻസീറ്റിൽ അവനരികിലായി ദാസപ്പനും പുറകിലെ സീറ്റിൽ സുപ്രുവും ഇരിപ്പുണ്ട്. ഈ യാത്രയ്ക്കായി ജോജി തൻ്റെ യൂസ്ഡ് കാർ ബിസിനസ് യാർഡിൽ നിന്നിരുന്ന വണ്ടികളിൽ നിന്ന് ഏറ്റവും മികച്ച കണ്ടീഷനുള്ള ഈ ഇന്നോവ തന്നെയാണ് പ്രത്യേകം തിരഞ്ഞെടുത്തത്. ഹൈറേഞ്ചിലെ ഇത്തരം ദുർഘടമായ പാതകളിൽ പണിമുടക്കാതെ കരുത്തുറ്റ ഒരു വാഹനം അവർക്ക് ആവശ്യമായിരുന്നു. ജോജിയേട്ടാ, ഈ മഞ്ഞ് കാരണം റോഡൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ ശരിയായ വഴിയിലൂടെ തന്നെയാണോ പോകുന്നതെന്ന് വല്ല ഉറപ്പുണ്ടോ? പുറകിലിരുന്ന് സുപ്രു ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് ഈ വഴി തന്നെയാണ് സുപ്രു. ജോജി ഗിയർ മാറ്റിക്കൊണ്ട് പറഞ്ഞു. വെള്ളത്തോലെത്തുന്നത് വരെ ഈ കാട്ടുപാതയിലൂടെ തന്നെ പോകണം. നീ വെറുതെ പേടിക്കാതെ ആ സീറ്റിലേക്ക് ചാരി കിടക്കാൻ നോക്ക്. ദാസപ്പൻ്റെ മടിയിൽ മിസ്റ്റർ മക്ലി നൽകിയ ആ പഴയ തടിച്ച പുസ്തകം ഇരിപ്പുണ്ടായിരുന്നു. കാറിലെ ഡാഷ്ബോർഡ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൻ ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലൂടെ വിരലോടിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കേവലം യൂട്യൂബ് വ്യൂസിനും കാശിനും വേണ്ടി ആളുകളെ പറ്റിക്കാൻ വ്യാജ പ്രേതങ്ങളെ ഉണ്ടാക്കി നടന്നവരായിരുന്നു അവർ മൂവരും. എന്നാൽ ആ ബാംഗ്ലൂരിലെ ആ പഴയ കോൺവെൻറ്റിൽ വെച്ച് അനീതിക്കെതിരായ ഒരു യഥാർത്ഥ ആത്മാവിന് മോക്ഷം നേടിക്കൊടുത്തതോടെ അവരുടെ ജീവിതം പാടെ മാറി മറിഞ്ഞിരുന്നു. ഇപ്പോൾ അവർ സഞ്ചരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. ദാസപ്പ, ആ ഡീറ്റെയിൽസ് ഒന്നുകൂടി നോക്കിയേ, ജോജി മുന്നിലെ ഇരുട്ടിലേക്ക് കണ്ണു നട്ട് പറഞ്ഞു. ദാസപ്പ തൻ്റെ മൊബൈൽ ഫോൺ എടുത്തു. വെള്ളത്തോൾ ടൗണിൽ നിന്നും അല്പം മാറി റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലുള്ള വളരെ പഴയ ഒരു തറവാടാണ് നമ്മുടെ ലക്ഷ്യം. ജോജി, കഴിഞ്ഞ ഒരാഴ്ചയായി അവിടെ രാത്രികാലങ്ങളിൽ വലിയ രീതിയിലുള്ള പാരനോർമൽ ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. തറവാട്ടിലെ സാധനങ്ങൾ തനിയെ പറന്നു പോകുന്നു. രാത്രി വീടിന് ചുറ്റും ചില അദൃശ്യ രൂപങ്ങൾ നടക്കുന്നു. അങ്ങനെ പലതും. അവിടുത്തെ താമസക്കാർ പേടിച്ച് വീട് വിട്ടു പോയിരിക്കുകയാണ്. ആ ദുഷ്ടശക്തികളെ അവിടെ നിന്നും ഒഴിവാക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. അതൊരുമാതിരി നല്ല ഒന്നാം തരം ടാസ്ക്കായിപ്പോയി. സുപ്രു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ഇത്തവണയെങ്കിലും ആരെങ്കിലും ഊറുന്ന വെറും കെമിക്കൽ പൊടി ആകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തവണ എന്തു വന്നാലും നേരിടാൻ ഈ പുസ്തകത്തിലെ അറിവുകൾ നമ്മുടെ കൂടെയുണ്ട് സുപ്രു. ദാസപ്പൻ പുസ്തകത്തിൽ തട്ടിക്കൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. വണ്ടി കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള വലിയ മരങ്ങൾ ഇരുട്ടിൽ ഭീമാകാരന്മാരായ രാക്ഷസന്മാരെ പോലെ തോന്നിപ്പിച്ചു. ഇടുക്കിയിലെ ആ വന്യമായ സൗന്ദര്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതോ വലിയൊരു അപകടം തങ്ങളെ കാത്തിരിപ്പുണ്ടെന്ന യാഥാർത്ഥ്യം അവരെല്ലാം തിരിച്ചറിഞ്ഞു. കാറിൻ്റെ AC ഓഫാക്കിയിട്ടും അവർക്ക് 3 പേർക്കും വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ഇരുളും മഞ്ഞും നിറഞ്ഞ ആ രാത്രിയിൽ തങ്ങളുടെ നിയോഗം കാത്തുകിടക്കുന്ന വലിയൊരു രഹസ്യത്തിലേക്ക് ഗോസ്റ്റ് കണ്ടേഴ്സ് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം അർദ്ധരാത്രി 1 മണി കഴിഞ്ഞിരിക്കുന്നു. ജോജിയുടെ മൊബൈൽ ഫോണിലെ സിഗ്നൽ ബാറുകൾ എപ്പോഴോ പൂർണ്ണമായും മാഞ്ഞു പോയിരുന്നു. പുറത്ത് കോടമഞ്ഞിൻ്റെ കട്ടി കൂടി വന്നു. ഇരുവശത്തും വലിയ കാട്ടുമരങ്ങൾ തിങ്ങി നിറഞ്ഞ മനുഷ്യസ്പർശമില്ലാത്ത ഏതോ കൊടും കാട്ടിലൂടെയാണ് ഇപ്പോൾ അവരുടെ വാഹനം കടന്നു പോകുന്നത്. കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം മുന്നിലെ കറുത്ത മഞ്ഞിൽ തട്ടി പ്രതിഫലിക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭയമുണ്ടാക്കുന്നതായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അതുവരെ യാതൊരു കുഴപ്പവുമില്ലാതെ ഹൈറേഞ്ചിലൂടെ മുന്നോട്ട് കുറിച്ചുകൊണ്ടിരുന്ന ആ ഇന്നോവ കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ പെട്ടെന്ന് ഡിമ്മായി മിന്നാൻ തുടങ്ങി. ജോജി, വണ്ടിയുടെ ലൈറ്റിന് എന്ത് പറ്റി? ദാസപ്പൻ സംശയത്തോടെ ചോദിച്ചു. ജോജി വേഗത്തിൽ ഡാഷ്ബോർഡിലേക്ക് നോക്കി. ബാറ്ററിയുടെയും എഞ്ചിൻ്റെയും വാർണിംഗ് ലൈറ്റുകൾ ചുവപ്പ് നിറത്തിൽ മിന്നുന്നു. പെട്ടെന്ന് എഞ്ചിൻ നിന്നു. വല്ലാത്തൊരു ശബ്ദം കേട്ടു തുടങ്ങി. വലിയ ഇരുമ്പുകൾ തമ്മിൽ ഉരയുന്ന പോലുള്ള ഒരു ഭയാനകമായ കരകര ശബ്ദം. അതോടെ വണ്ടി വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. ജോജിയേട്ടാ, എന്താ ഈ ശബ്ദം? വണ്ടി നിർത്താൻ നോക്ക്, സുപ്രു പുറകിലിരുന്ന് വെപ്രാളത്തോടെ പറഞ്ഞു. ജോജി ബ്രേക്കിൽ കാലമർത്തുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ഞരക്കത്തോടെ ആ കാറിൻ്റെ എഞ്ചിൻ പൂർണ്ണമായും ഓഫായി. അതോടെ ഹെഡ്ലൈറ്റുകളും പൂർണ്ണമായി അടഞ്ഞു. ഡാഷ്ബോർഡിലെ ചെറിയ വെളിച്ചം പോലും ഇല്ലാതെ ആ വാഹനം ആ കൊടുങ്കാടിന് നടുവിൽ പൂർണ്ണമായും നിശ്ചലമായി. ചുറ്റും കൂരിരുട്ട് മാത്രം. സ്വന്തം കൈവിരലുകൾ പോലും കാണാൻ കഴിയാത്തത്ര കനത്ത ഇരുട്ട്. കാറിനുള്ളിൽ അവർ മൂവരുടെയും ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദവും ഹൃദയമിടിപ്പും മാത്രം വ്യക്തമായി കേൾക്കാം. ജോജി വേഗത്തിൽ
വണ്ടിയുടെ താക്കോൽ തിരിച്ച് എൻജിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. സ്റ്റാർട്ടർ മോട്ടറിൻ്റെ നേരിയ ശബ്ദമല്ലാതെ വണ്ടിയുടെ എൻജിൻ അനങ്ങുന്നതേയില്ല. അവൻ വീണ്ടും വീണ്ടും സർവ്വശക്തിയും എടുത്ത് താക്കോൽ തിരിച്ചു നോക്കി. യാതൊരു ഫലവുമില്ല. തൻ്റെ യൂസ്ഡ് കാർ യാർഡിലെ ഏറ്റവും മികച്ച കണ്ടീഷനുള്ള വണ്ടികളിൽ ഒന്നാണ് ഈ ഇന്നോവ. ഇതിന് പെട്ടെന്ന് മെക്കാനിക്കലായി ഇങ്ങനെ ഒരു വലിയ തകരാറ് സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് അവന് 100% ഉറപ്പായിരുന്നു. ജോജി, വണ്ടി സ്റ്റാർട്ടാകുന്നില്ലേ? ദാസപ്പൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ നേരിയ പരിഭ്രമം കലർന്നിരുന്നു. ഇല്ല ദാസപ്പ, പവർ സപ്ലൈ പൂർണ്ണമായും എവിടെയോ കട്ടായതുപോലെയാണ് തോന്നുന്നത്. ഡാഷ്ബോർഡിൽ ഒരു ലൈറ്റ് പോലും കത്തുന്നില്ല. ജോജി നിരാശയോടെ സ്റ്റിയറിങ്ങിൽ കൈവച്ചു. പുറത്ത് കാടിൻ്റെ നിശബ്ദതയ്ക്ക് വല്ലാത്തൊരു ഭീകരതയുണ്ടായിരുന്നു. ഒരു കാറ്റ് വീശുന്ന ശബ്ദമോ ചീവീടുകളുടെ കരച്ചിൽ പോലുമോ ഇല്ലാതെ ഭയാനകമായൊരു ശ്മശാന മൂകത. ആർത്തരാത്രിയിൽ സഹായത്തിന് ഒരാളെപ്പോലും കിട്ടാതെ ആ കാടിന് നടുവിൽ തങ്ങളുടെ വാഹനം പെട്ടെന്ന് കേടായി കിടക്കുന്നത് തികച്ചും സ്വാഭാവികമായൊരു സംഭവമല്ലെന്ന് അവരുടെ ഉള്ളിൽ ആരോ മന്ത്രിക്കുന്ന പോലെ തോന്നി. തങ്ങളെ കാത്തിരിക്കുന്ന അദൃശ്യശക്തിയുടെ ആദ്യത്തെ പ്രഹരമായിരുന്നു അത്. വണ്ടിയുടെ അടഞ്ഞ ചില്ലുകൾക്കപ്പുറമുള്ള ആ കൂരിട്ടിലേക്ക് നോക്കി ഗോസ്റ്റ് കണ്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്നു. കാറിനുള്ളിലെ ശ്വാസം മുട്ടിക്കുന്ന നിശ്വലത ഭേദിച്ച് ദാസപ്പൻ ചോദിച്ചു, എന്താ ജോജി ഈ പാതിരാത്രിക്ക് വണ്ടിക്ക് പറ്റിയത്? ഇതിപ്പോൾ വല്ല കാട്ടാനയുടെയോ വല്ല മുമ്പിലാണോ നമ്മൾ ചെന്ന് പെട്ടിരിക്കുന്നത്? ജോജി മൊബൈൽ ഫോൺ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. എനിക്കറിയില്ല ദാസപ്പ, മെക്കാനിക്കലായിട്ട് എന്തോ വലിയ പ്രശ്നം സംഭവിച്ചതുപോലെയാണ് തോന്നുന്നത്. ഞാൻ പുറത്തിറങ്ങി എഞ്ചിനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. വേണ്ട ജോജി ചേട്ടാ, ഈ ഇരുട്ടിൽ പുറത്തിറങ്ങേണ്ട. എനിക്കെന്തോ വല്ലാതെ പേടിയാകുന്നു. പുറകിലെ സീറ്റിൽ നിന്നും സൂപ്പർ വിലക്കി. എന്നാൽ വണ്ടി ശരിയാക്കാതെ അവിടെ അനങ്ങാതിരുന്നിട്ട് കാര്യമില്ലെന്ന് ജോജിക്ക് അറിയാമായിരുന്നു. അവൻ പതുക്കെ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചു. കൊടും തണുപ്പുള്ള ഒരു മഞ്ഞുകാറ്റ് അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. മൊബൈലിലെ വെളിച്ചത്തിൽ അവൻ ആ കാറിൻ്റെ ബോണറ്റ് തുറന്ന് പരിശോധിച്ചു. എൻജിൻ ഭാഗത്ത് വയറുകൾക്കോ ബാറ്ററിക്കോ യാതൊരു കുഴപ്പവുമില്ല. ഓയിൽ ലീക്കോ മറ്റോ പ്രശ്നങ്ങളോ കാണാനില്ല. എല്ലാം കൃത്യമാണ്. യാതൊരു മെക്കാനിക്കൽ തകരാറുമില്ലാതെ പിന്നെ എങ്ങനെ വണ്ടി പെട്ടെന്ന് നിന്നുപോയി? ജോജിയുടെ നെഞ്ചിരിപ്പ് കൂടി. ഇതൊരു സാധാരണ കേടുപാടല്ല എന്ന് അവന് ഉറപ്പായി. പെട്ടെന്നാണ് ആ കാടിൻ്റെ അന്തരീക്ഷം പാടെ മാറിയത്. അതുവരെ നിശ്ചലമായിരുന്ന കാടിൻ്റെ ഉള്ളിൽ നിന്നും അസാധാരണമായ മരവിപ്പിക്കുന്ന ഒരു തണുപ്പ് കാറ്റ് വീശി അടിച്ചു തുടങ്ങി. ആ കാറ്റിന് വല്ലാത്തൊരു ഇരമ്പലുണ്ടായിരുന്നു. അടഞ്ഞു കിടക്കുന്ന കാറിനുള്ളിലിരുന്ന ദാസപ്പനും സുപ്രവും പോലും ആ അസ്ഥി തുളയ്ക്കുന്ന തണുപ്പ് കൃത്യമായി അനുഭവപ്പെട്ടു. ജോജി ഫ്ലാഷ് ലൈറ്റ് കാടിനുള്ളിലേക്ക് ഒന്നടിച്ചു നോക്കി. അടുത്ത നിമിഷം അവൻ്റെ രക്തം മരവിച്ചുപോയി. ആ കാറ്റിൽ എന്തൊക്കെയോ അജ്ഞാത രൂപങ്ങൾ അവർക്ക് ചുറ്റുമായി വട്ടമിട്ട് പറക്കുന്നത് പോലെ ജോജിക്ക് തോന്നി. കാറ്റിലായിരുന്ന വെറും മരച്ചില്ലകളുടെ നിഴലായിരുന്നില്ല അത്. ഇരുട്ടിനേക്കാൾ കറുത്ത വികൃതമായ വലിയ നിഴലുകൾ കാടിനുള്ളിലൂടെ കാറ്റിനൊപ്പം അതിവേഗത്തിൽ പാഞ്ഞു നടക്കുന്നു. ജോജി, വേഗം കാറിൽ കയറടാ. വണ്ടിക്കുള്ളിൽ നിന്നും ദാസപ്പൻ സർവ്വശക്തിയുമെടുത്ത് അലറി. അവനും സുപ്രവും കാറിൻ്റെ ചില്ലിലൂടെ ആ ഭയാനകമായ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. കൂടുതൽ നോക്കി നിൽക്കാൻ ജോജിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ബോണറ്റിന് വലിയ ശബ്ദത്തോടെ വലിച്ചടച്ച് അവൻ വേഗത്തിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഡോർ ശക്തമായി വലിച്ചടച്ചു. പുറത്ത് കാറ്റിൻ്റെ ഇരമ്പൽ കൂടിക്കൂടി വന്നു. മൂവരും ഭയത്തോടെ പരസ്പരം നോക്കി. തങ്ങൾ ആ കൊടുങ്കാറ്റിൽ ഒറ്റയ്ക്കല്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇരുളിൽ മറഞ്ഞു നിൽക്കുന്ന അദൃശ്യമായ ഏതോ ഭീകരശക്തികൾ തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിഴലുകൾ കാറിനെ ലക്ഷ്യമാക്കി അടുത്തു വരുന്നതായി അവർക്ക് തോന്നി. വരാനിരിക്കുന്ന വലിയൊരു ആക്രമണത്തിൻ്റെ മുന്നോടിയായിരുന്നു ആ കാറ്റ്. അവർ മൂവരും ശ്വാസം അടക്കിപ്പിടിച്ച് പുറത്തെ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിയിരുന്നു. കാറിന് ചുറ്റും മാഞ്ഞടിച്ചിരുന്ന കാറ്റിൻ്റെ ശബ്ദത്തിന് വല്ലാത്തൊരു മാറ്റം സംഭവിക്കുന്നതായി ജോജി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. വെറുമൊരു കാറ്റിൻ്റെ ഇരമ്പലായിരുന്നില്ല അത്. ആ കൂരിട്ടിൽ എവിടെ നിന്നോ അവ്യക്തമായ ചില മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിരുന്നു. ഒരുപാട് പേർ ചേർന്ന് ഒരേ സമയം ഉരുവിടുന്നത് പോലുള്ള പുരാതനവും ഭയാനകവുമായ ഏതോ അജ്ഞാത ഭാഷയിലുള്ള മന്ത്രണങ്ങൾ. ആ ശബ്ദം കാടിൻ്റെ ഏതോ ഒരു ഭാഗത്തു നിന്നല്ല, മറിച്ച് എല്ലാ കോണുകളിൽ നിന്നും വന്ന് ആ കാറിനെ വലം വയ്ക്കുന്നത് പോലെ അവർക്ക് തോന്നി. ജോജിയേട്ടാ, എന്താ കേൾക്കുന്നത്? ആരാ ഈ പാതിരാത്രിയിൽ കാട്ടിലിരുന്ന് മന്ത്രം ചൊല്ലുന്നത്? സുപ്രു ഭയത്താൽ വിറച്ചുകൊണ്ട് ചോദിച്ചു. അവൻ 2 കൈകൊണ്ടും ചെവികൾ പൊത്തിപ്പിടിച്ചു. അതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ കാറിനുള്ളിലെ വായുവിന് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചു. കാറിനുള്ളിലെ അന്തരീക്ഷം അസാധാരണമാം വിധം കുറയുന്നത് പോലെ. ശ്വാസമെടുക്കാൻ അവർ മൂവരും വല്ലാതെ ബുദ്ധിമുട്ടി. തങ്ങളുടെ നെഞ്ചിലേക്ക് വലിയൊരു പാറക്കല്ല് എടുത്തു വെച്ചതുപോലെയുള്ള കറുത്ത ഭാരം അനുഭവപ്പെട്ടു. അടുത്ത നിമിഷം പുറത്ത് പറന്നു നടന്നിരുന്ന ആ കറുത്ത നിഴൽ രൂപങ്ങൾ തങ്ങളുടെ ലക്ഷ്യം കാറാണെന്ന് ഉറപ്പിച്ചതോടെ വണ്ടിക്ക് നേരെ പാഞ്ഞെടുത്തു. കാറിൻ്റെ മേൽക്കൂരയിലും ജനച്ചില്ലകളിലും അതിശക്തമായ പ്രകരങ്ങൾ ഏൽക്കാൻ തുടങ്ങി. അദൃശ്യമായ എന്തോ വലിയ കൈകൾ കൊണ്ട് ആ വണ്ടിയെ ഇടിച്ചു തകർക്കാൻ ശ്രമിക്കുകയാണ്. ചില്ലുകൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാമെന്ന അവസ്ഥയിലായി.
ശ്വാസമുട്ടലും ഭയവും സഹിക്കാൻ കഴിയാതെ സുപ്രു പരിഭ്രാന്തിയോടെ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഡോർ ഹാൻഡിൽ എത്ര വലിച്ചിട്ടും അത് അനങ്ങിയില്ല. ദാസപ്പേട്ട, ഡോർ തുറക്കാൻ പറ്റുന്നില്ല, ഇത് ജാമാണ്. സുപ്രു അലറിക്കരഞ്ഞു. ദാസപ്പനും ജോജിയും തങ്ങളുടെ വശങ്ങളിലെ ഡോർ തുറക്കാൻ സർവ്വശക്തിയും എടുത്ത് ശ്രമിച്ചു നോക്കി. ഇല്ല, വണ്ടിയുടെ 4 ഡോറുകളും പൂർണ്ണമായും ലോക്കായിരിക്കുന്നു. എൻജിൻ ഓഫായതുകൊണ്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല. എന്നിട്ടും ആ ഡോറുകൾ പുറത്തുനിന്നാരോ ശക്തമായി പിടിച്ചു വച്ചിരിക്കുന്ന പോലെ അടഞ്ഞിരിക്കുകയാണ്. ചില്ലുകൾ താഴ്ത്താനും കഴിയുന്നില്ല. ചില്ലുകൾ തകർത്ത് കാറിനുള്ളിലേക്ക് കയറാൻ തയ്യാറെടുക്കുന്ന അദൃശ്യശക്തികൾ അവരെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പ്രാണവായു കിട്ടാതെ രക്ഷപ്പെടാൻ യാതൊരു പഴിയുമില്ലാതെ ആ ഇരുമ്പുകൂട്ടിൽ ഗോസ്റ്റ് കണ്ടേഴ്സ് ആദ്യമായി മരണത്തെ മുഖാമുഖം കാണുകയായിരുന്നു. കാറിനുള്ളിൽ വായു കിട്ടാതെ ശ്വാസം മുട്ടി മരിക്കുന്ന അവസ്ഥയിലായപ്പോൾ ജോജിയുടെ തലച്ചോർ അതിവേഗം പ്രവർത്തിച്ചു. സാധാരണ മനുഷ്യരുടെ ശക്തി കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ പുറത്തു നിൽക്കുന്ന അദൃശ്യശക്തികളെ നേരിടാൻ കഴിയില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. പെട്ടെന്ന് ദാസപ്പൻ്റെ മടിയിലിരിക്കുന്ന മിസ്റ്റർ മക്ലിൻ നൽകിയ ആ പഴയ പുസ്തകത്തിലേക്ക് ജോജിയുടെ കണ്ണുകൾ നീണ്ടു. ബാംഗ്ലൂരിൽ വെച്ച് മക്ലിൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഓർമ്മയിൽ കുടുങ്ങി. ഇതിൽ പ്രപഞ്ചത്തിലുള്ള പലതരം ദുഷ്ടശക്തികളെയും അവയെ പ്രതിരോധിക്കുന്ന വിധവും കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഒരു നിമിഷം പോലും കളയാതെ ജോജി ആ പുസ്തകം കയ്യിലെടുത്തു. ഫോണിലെ ഫ്ലാഷ് ലൈറ്റിന് നേരിയ വെളിച്ചത്തിൽ അതിൻ്റെ താളുകൾ അവൻ വേഗത്തിൽ മറിച്ചു. ദുഷ്ടശക്തിയുടെ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചില സംരക്ഷണ വഴികൾ എഴുതിയ ഭാഗം അവൻ കണ്ടെത്തി. അതോടൊപ്പം അത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തൻ്റെ ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ എപ്പോഴും കരുതാറുള്ള മക്ലിൻ നൽകിയ പ്രത്യേകതരം ഉപ്പടങ്ങിയ ചെറിയ കുപ്പിയും അവൻ പുറത്തെടുത്തു. ദാസപ്പ, നിന്റെ സർവ്വശക്തിയും എടുത്ത് ഈ ഡോറൊന്ന് തള്ളി തുറക്കാൻ നോക്ക്. 1 ഇഞ്ച് വിടവ് കിട്ടിയാൽ മതി, ജോജി വിളിച്ചു പറഞ്ഞു. ദാസപ്പൻ തൻ്റെ കായികബലം മുഴുവൻ എടുത്ത് ഡ്രൈവർ സീറ്റിൻ്റെ ഡോറിൽ ആഞ്ഞു ചവിട്ടി. കാറിന് പുറത്തെ അദൃശ്യമായ വലിയ തടസ്സത്തെ വകഞ്ഞു മാറ്റി ആ ഡോർ ചെറിയൊരു ശബ്ദത്തോടെ അല്പമൊന്ന് തുറന്നു. ചെറിയ വിടവിലൂടെ ജോജി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉപ്പ് കാറിന് ചുറ്റുമായി പുറത്തേക്ക് വിതറി. തുടർന്ന് പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്ന പുരാതനമായ അക്ഷരങ്ങൾ ജോജി അതിവേഗത്തിൽ എന്നാൽ വളരെ ഉറക്കെ വായിക്കാൻ തുടങ്ങി. അവൻ്റെ ശബ്ദം കാറിനുള്ളിൽ വലിയൊരു ഗാംഭീര്യത്തോടെ മുഴങ്ങി. ഓരോ വാക്കും ഉച്ചരിക്കുമ്പോൾ ജോജിയുടെ ഉള്ളിൽ എവിടെ നിന്നോ വലിയൊരു ധൈര്യം വന്നു വീഴുന്നുണ്ടായിരുന്നു. അതൊരു വലിയ ഊർജ്ജമായി മാറുകയായിരുന്നു. ജോജി ആ വരികൾ ചൊല്ലിത്തീർത്തതും പുറത്ത് ഉപ്പ് വീണ ഭാഗത്തു നിന്നും വല്ലാത്തൊരു പ്രകമ്പനമുണ്ടായി. അതൊരു അദൃശ്യമായ പ്രതിരോധ വലയമായി മാറി കാറിനെ പൊറിഞ്ഞു. അടുത്ത നിമിഷം കാറിന് പുറത്തുനിന്നും ഭയാനകമായ ചില അലർച്ചകൾ കേട്ടു. തങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ആ അദൃശ്യശക്തികൾ വലിയൊരു പൊള്ളലേറ്റതുപോലെ വേദനയോടെ പിന്നിലേക്ക് തെറിച്ച് മാറുന്നതിൻ്റെ ശബ്ദമായിരുന്നു അത്. നിമിഷങ്ങൾക്കുള്ളിൽ കാറിനെ വരിഞ്ഞു മുറുകിയിരുന്ന ആ മർദ്ദം പൂർണ്ണമായും ഇല്ലാതായി. അസ്ഥി തുളയ്ക്കുന്ന ആ കാറ്റും ഭയാനകമായ മന്ത്രോച്ചാരണങ്ങളും പെട്ടെന്ന് നിലച്ചു. കാറിനുള്ളിലേക്ക് വീണ്ടും ശുദ്ധമായി പ്രവേശിച്ചു തുടങ്ങി. ജോജിയും ദാസപ്പനും സുപ്രുവും മരണമുഖത്തു നിന്നും തിരികെ വന്നതുപോലെ ആർത്തിയോടെ ശ്വാസമെടുത്ത് സീറ്റിലേക്ക് ചാരി. മക്കളിന് പുസ്തകം നൽകിയ അറിവിനും ഊർജ്ജത്തിനും മുന്നിൽ ആ ഇരുണ്ട ശക്തികൾ ഭയന്നോടിയിരിക്കുന്നു. തങ്ങൾ അണിഞ്ഞത് വെറുമൊരു സൂപ്പർ ഹീറോ പരിവേഷമല്ല, മറിച്ച് പ്രായോഗികമായ അറിവാണെന്ന് അവർക്ക് ബോധ്യമായി. ആ കൊടുങ്കാടിൻ്റെ അന്തരീക്ഷം വീണ്ടും പൂർണ്ണമായും ശാന്തമായി. കാറിനുള്ളിൽ കനത്ത നിശബ്ദതയായിരുന്നു. മരണത്തിൻ്റെ വക്കിൽ നിന്നും തിരിച്ചെത്തിയതിൻ്റെ വലിയൊരു ആശ്വാസത്തിൽ അവർ മൂവരും ദീർഘമായി ശ്വാസമെടുത്ത് സീറ്റിലേക്ക് ചാരിക്കിടന്നു. മിസ്റ്റർ മക്ലിൻ്റെ പുസ്തകവും ആ പ്രതിരോധ വിദ്യയും ഇല്ലായിരുന്നെങ്കിൽ തങ്ങളുടെ ജീവൻ ഈ കാടിനുള്ളിൽ അവസാനിച്ചേനെന്ന് ജോജിക്ക് ഉറപ്പായിരുന്നു. പുറത്ത് ഭയാനകമായ കാറ്റും നിഴലുകളും പൂർണ്ണമായി മാഞ്ഞു തുടങ്ങിയിരുന്നു. ഇരുട്ട് മാറി ചെറിയ നിലാവെളിച്ചം പരന്നിട്ടുണ്ട്. കാടതിൻ്റെ സാധാരണമായ ശ്മശാന മൂകതയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ജോജി പതുക്കെ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കോടമഞ്ഞ് ഇപ്പോഴുമുണ്ട്. പക്ഷേ ആ അസ്ഥി തുളയ്ക്കുന്ന തണുപ്പോ ശ്വാസം മുട്ടിക്കുന്ന ഊർജ്ജമോ ഇപ്പോൾ അവിടെയില്ല. ദാസപ്പനും സുപ്രുവും അവന് പിന്നാലെ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ജോജിയേട്ടാ, നമ്മളിനി എന്ത് ചെയ്യും? വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ടാകുന്നില്ല. ആരെങ്കിലും വിളിക്കാമെന്ന് വെച്ചാൽ ഫോണിൽ റേഞ്ചുമില്ല. സുപ്രു പരിഭ്രാന്തിയോടെ ചോദിച്ചു. അവനിപ്പോഴും ആ ഭയത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തു വന്നിരുന്നില്ല. ജോജി എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ആ കൊടുങ്കാടിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു ശബ്ദം മുഴങ്ങി. അവർ നിൽക്കുന്നതിന് താഴെ കാടിൻ്റെ അടിവാരത്തു നിന്നും ഹൃദയം പിളർക്കുന്ന വലിയൊരു നിലവിളി. അതൊരു മനുഷ്യൻ്റെ ശബ്ദമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ അലർച്ച. വലിയ വേദനയും അതിലേറെ ഭയവും നിറഞ്ഞ ആ കരച്ചിൽ കാടിൻ്റെ നിശബ്ദതയിൽ പലതവണ പ്രതിധ്വനിച്ചു. ജോജിയും ദാസപ്പനും സുപ്രുവും ഞെട്ടലോടെ ഒരേ സമയം താഴ്വാരത്തേക്ക് നോക്കി. അതൊരു പെൺകുട്ടിയുടെ ശബ്ദമല്ലേ? ദാസപ്പൻ സംശയത്തോടെ ചോദിച്ചു. അതെ, ആരോ അവളെ ഉപദ്രവിക്കുകയാണ്, ജോജി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. മരങ്ങൾക്കിടയിലൂടെ താഴെ എവിടെയോ നേരിയൊരു വെളിച്ചം മിന്നിമറയുന്നത് അവർ കണ്ടു. ഈ കാടിനുള്ളിൽ അർദ്ധരാത്രിയിൽ ഒരു പെൺകുട്ടി എങ്ങനെ എത്തി? സഹായത്തിന് ആരുമില്ലാതെ
ഈ ഇരുട്ടിൽ അവൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ അമാനുഷിക ശക്തികളെക്കാൾ ഭയാനകം മനുഷ്യൻ്റെ ക്രൂരതയാണെന്ന് അവർക്കറിയാമായിരുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, ജോജി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ജോജി ചേട്ടാ, വേണോ? അത് ചിലപ്പോൾ നമ്മൾ നേരത്തെ വന്ന ആ അദൃശ്യശക്തികളുടെ വല്ല കെടിയുമാണെങ്കിലോ? നമ്മളെ താഴേക്ക് ഇറക്കാനുള്ള സൂത്രമായിരിക്കും. സുബ്രു ഭയത്തോടെ ജോജിയെ തടയാൻ ശ്രമിച്ചു. അല്ല സുബ്രു, ആ കരച്ചിലിൽ ഒരു കെടിയുമില്ല. ജീവൻ രക്ഷിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ പിടച്ചിലുണ്ട് അതിൽ. നമ്മളിപ്പോൾ ഇവിടെ അനങ്ങാതെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോജി വണ്ടിയുടെ ഡാഷ്ബോർഡിലിരുന്ന വലിയ ടോർച്ച് കയ്യിലെടുത്തു. ദാസപ്പനും തൻ്റെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. സ്വന്തം ജീവൻ അപകടത്തിലായാൽ പോലും ആ ശബ്ദത്തിന് പിന്നിലെ സത്യം കണ്ടെത്തണം എന്ന ഉറച്ച തീരുമാനത്തോടെ ആ ഇരുളും മഞ്ഞും നിറഞ്ഞ കാട്ടുപാതയിലൂടെ അവർ താഴേക്ക് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ഗോസ്റ്റ് കണ്ടേഷ് അദൃശ്യ ശക്തികളിൽ നിന്നും മനുഷ്യരൂപമുള്ള യഥാർത്ഥ ചെകുത്താന്മാരിലേക്ക് നടന്നു കയറുകയായിരുന്നു. കാടിൻ്റെ താഴ്വാരത്തേക്കുള്ള ആ ഇറക്കം വളരെ ദുഷ്കരമായിരുന്നു. കോടമഞ്ഞും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ആ ഇടുങ്ങിയ വഴിയിലൂടെ നിരങ്ങിയിറങ്ങുമ്പോൾ അവരുടെ കാലുകൾ പാറക്കെട്ടുകളിൽ തെന്നി മാറുന്നുണ്ടായിരുന്നു. ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടമായതുകൊണ്ട് വീഴുന്നതോ കാലിൽ മുള്ളുകൾ തറയ്ക്കുന്നതോ ഒന്നും അവർ വകവച്ചില്ല. ജോജി തൻ്റെ കയ്യിലുള്ള വലിയ ടോർച്ചിൻ്റെ വെളിച്ചം താഴ്ത്തിപ്പിടിച്ചു. തങ്ങൾ വരുന്നത് കണ്ട് അക്രമികൾ മുൻകരുതൽ എടുത്താലോ എന്ന് കരുതി പരമാവധി ശ്രദ്ധയോടെ ശബ്ദമുണ്ടാക്കാതെയാണ് അവർ മുന്നോട്ട് പോയത്. മുന്നിൽ ജോജിയും തൊട്ടുപിന്നിൽ ദാസപ്പനും ഏറ്റവും പുറകിലായി വലിയൊരു ഭയത്തോടെ സുബ്രുവും നടന്നു. ശബ്ദമുണ്ടാക്കാതെ കാലെടുത്ത് വെക്കാൻ നോക്കൂ സുബ്രു, ദാസപ്പൻ തിരിഞ്ഞു നിന്ന് പതുക്കെ പറഞ്ഞു. പ്രേതങ്ങളെയും അദൃശ്യശക്തികളെയും നേരിടാൻ പുസ്തകങ്ങളിലൂടെ മറ്റും അവർ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇരുട്ടിൻ്റെ മറവിൽ കൊടും ക്രൂരതകൾ ചെയ്യുന്ന മനുഷ്യനെ നേരിടുക തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്. പാരനോർമൽ ലോകത്തെ അമാനുഷിക ശക്തികളേക്കാൾ എത്രയോ മടങ്ങ് ഭയാനകമാണ് മനുഷ്യൻ്റെ ക്രൂരതയെന്ന് ജോജിക്ക് നന്നായി അറിയാമായിരുന്നു. സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് തങ്ങള ഇരുട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ആദ്യത്തെ ഹൃദയഭേദകമായ നിലവിളിക്ക് ശേഷം പിന്നീട് ആ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടിരുന്നില്ല. അത് അവരിൽ കൂടുതൽ പരിഭ്രാന്തി നിറച്ചു. അവൾക്ക് ബോധം നഷ്ടപ്പെട്ടതാണോ അതോ ക്രൂരന്മാരവളെ? ചിന്തിക്കാൻ പോലും ജോജിക്ക് കഴിഞ്ഞില്ല. കാലുകളുടെ വേഗത അവൻ ഒന്നുകൂടി കൂട്ടി. ഏകദേശം 10 മിനിറ്റോളം ആ കുത്തനെയുള്ള കാട്ടുപാതയിലൂടെ താഴേക്ക് നടന്നപ്പോൾ മരങ്ങൾക്കിടയിലൂടെ ആ നേരിയ വെളിച്ചം അവർക്ക് കൂടുതൽ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അതൊരു വാഹനത്തിൻ്റെ ലൈറ്റാണെന്ന് ജോജിക്ക് മനസ്സിലായി. അവൻ പെട്ടെന്ന് കയ്യിലെ ടോർച്ച് ഓഫ് ചെയ്തു. എല്ലാവരും ഓടെ നിൽക്ക്, ജോജി പതുക്കെ പറഞ്ഞു. ഒരു വലിയ കാട്ടുമരത്തിൻ്റെ മറവിലേക്ക് അവർ മൂവരും പതിഞ്ഞു നിന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ കാടിൻ്റെ താഴ്വാരത്തുള്ള ഒരു വലിയ പ്രദേശം അവർക്ക് കാണാമായിരുന്നു. ചുറ്റും വലിയ മരങ്ങളാൽ മൂടപ്പെട്ട ഒഴിഞ്ഞൊരു പ്രദേശം. അവിടെ മനുഷ്യവാസമില്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട വളരെ പഴയൊരു വീടുണ്ട്. ആ വീടിൻ്റെ മുറ്റത്ത് എഞ്ചിൻ ഓഫ് ചെയ്യാതെ ഒരു ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നു. ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് വീടിൻ്റെ ഉമ്മറത്തേക്കാണ് അടിച്ചിരിക്കുന്നത്. ആ വെളിച്ചത്തിലാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ കാണുന്നത്. മരത്തിൻ്റെ മറവിൽ നിന്ന് ആ ജീപ്പിൻ്റെ മുമ്പിലേക്ക് നോക്കിയ ജോജിയുടെയും ദാസപ്പൻ്റെയും കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. അവരുടെ ചോര തിളച്ചു തുടങ്ങി. മനുഷ്യരൂപമുള്ള യഥാർത്ഥ ചെകുത്താന്മാരുടെ വിളയാട്ടമാണ് ആ വെളിച്ചത്തിൽ അവർ കണ്ടത്. ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ആ പഴയ വീടിൻ്റെ ജീർണിച്ച മുറ്റം വ്യക്തമായി കാണാമായിരുന്നു. മനുഷ്യരൂപമുള്ള 4-5 ഗുണ്ടകൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ ബലമായി പിടിച്ചു വലിച്ച് ആ വീടിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. മൃഗങ്ങളെപ്പോലെയാണ് അവർ അവളോട് പെരുമാറുന്നത്. അവളുടെ വസ്ത്രങ്ങൾ ചെളി പുരണ്ട് കീറിയിരിക്കുന്നു. ജീവന് വേണ്ടി അവൾ സർവ്വശക്തിയും എടുത്ത് കുതിർന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഗുണ്ടകളുടെ കായിക ബലത്തിന് മുന്നിൽ ആ പാവം പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരിലൊരാൾ അവളുടെ വായ അതിശക്തമായി പൊത്തിപ്പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ വലിയ നിലവിളിക്ക് ശേഷം അവളുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരുന്നത്. മിണ്ടാതെ നടക്കടി അകത്തേക്ക്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന തടിയനായ ഒരാൾ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് പരുക്ക ശബ്ദത്തിൽ അലറി. ഒരു നിമിഷം അവൾ അവരുടെ കൈകളിൽ നിന്നും വീണ്ടും കുതിരി മാറാൻ ശ്രമിച്ചു. പെട്ടെന്നൊരുത്തൻ അവളുടെ മുഖത്ത് ശക്തമായി അടിച്ചു. അവൾ വേദന കൊണ്ട് പൊളഞ്ഞ് താഴേക്ക് വീഴാൻ പോയെങ്കിലും അവർ അവളെ നിലത്ത് വീഴാൻ അനുവദിക്കാതെ ആ ഇരുണ്ട വീടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് ക്രൂരമായി വലിച്ചിഴച്ച് കൊണ്ടുപോയി. ഈ ഭയാനകമായ കാഴ്ച കണ്ട് മരത്തിൻ്റെ മറവിൽ നിന്നിരുന്ന ഗോസ്റ്റ് കണ്ടേഴ്സിൻ്റെ ചോര തിളച്ചു. പ്രേതങ്ങളെക്കാളും വലിയ പൈശാചികതയാണ് ആ ജീപ്പിൻ്റെ വെളിച്ചത്തിൽ അവർ കണ്ടത്. ജോജി, ദാസപ്പൻ പല്ലിറുമിക്കൊണ്ട് ജോജിയുടെ തൊഴിൽ പിടിച്ചു. അവൻ്റെ കയ്യിലെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. ദാസപ്പൻ തൻ്റെ കായികബലം മുഴുവനെടുത്ത് അവരുടെ മേൽ ചാടി വീഴാൻ തയ്യാറെടുക്കുകയാണ്. എപ്പോഴും ഭയന്നു മാറി നിന്നിരുന്ന സുബ്രുവിൻ്റെ കണ്ണുകളിൽ പോലും ഇപ്പോൾ ഭയത്തിന് പകരം വലിയൊരു വെറുപ്പും കോപവുമാണ് ഉണ്ടായിരുന്നത്. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ആ പെൺകുട്ടിയെ ആ നരാധമന്മാരിൽ നിന്ന് രക്ഷിച്ചേ തീരുവെന്ന് അവർ മൂവരും മനസ്സിൽ ഉറപ്പിച്ചു. കാട്ടിലെ ഉപേക്ഷിക്കപ്പെട്ട ആ വീടിനുള്ളിലേക്ക് അവളെ കയറ്റിയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇനിയും കാത്തിരുന്നാൽ
അത് അവളുടെ ജീവനോ മാനത്തിനോ വലിയ വില നൽകേണ്ടി വരും. ജോജി ചുറ്റും നോക്കി. നിരത്ത് കിടന്നിരുന്ന കട്ടിയുള്ള ഒരു കാട്ടുമരത്തിൻ്റെ കൊമ്പുകൾ അവൻ പെട്ടെന്ന് കയ്യിലെടുത്തു. ദാസപ്പനും സുപ്രുവിനും ഓരോന്ന് നൽകി. അവന്മാരെ വിടരുത്, ജോജി വളരെ പതുക്കെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ മന്ത്രിച്ചു. ഇരുളിലെ അദൃശ്യശക്തികളെ മിസ്റ്റർ മക്ലീൻ്റെ പുസ്തകം കൊണ്ട് തുരത്തിയ കോസ്റ്റ് കണ്ടേഴ്സ് ഇനി യഥാർത്ഥ ചെകുത്താന്മാരെ തങ്ങളുടെ കായികബലം കൊണ്ട് നേരിടാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഗുണ്ടകൾ ആ പെൺകുട്ടിയെ ഇരുണ്ട ആ പഴയ വീടിൻ്റെ ഉമ്മറപ്പടി കടത്താൻ തുടങ്ങുകയായിരുന്നു. തങ്ങളെ തടയാൻ ഈ പാതിരാത്രിക്ക് കൊടുങ്കാട്ടിൽ ആരും വരില്ലെന്ന വലിയൊരു ധാർഷ്ട്യം അവരുടെ ഓരോ ചലനങ്ങളിലും ഉണ്ടായിരുന്നു. ആ പാവം പെൺകുട്ടിയുടെ കണ്ണുനീരിനോ വേദനയ്ക്കോ അവിടെ യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അഹങ്കാരത്തിൻ്റെ ആയുസ് വെറും സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. മരത്തിൻ്റെ മറവിൽ നിന്നും ജോജി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയ മരക്കൊമ്പ് മുറുക്കെ പിടിച്ച് ദാസപ്പനും സുപ്രുവിനും ഒരു നോട്ടം നൽകി. അതൊരു സിഗ്നലായിരുന്നു. മൃഗങ്ങളെ വേട്ടയാടാനിറങ്ങിയ യഥാർത്ഥ വേട്ടക്കാരെ പോലെ അവർ മൂവരും ആ ഇരുളിൽ നിന്നും ജീപ്പിൻ്റെ വെളിച്ചത്തിലേക്ക് പാഞ്ഞെടുത്തു. മുമ്പിൽ നിന്നത് ദാസപ്പനായിരുന്നു. ഒരു വന്യമൃഗത്തിൻ്റെ കുതിപ്പോടെ പാഞ്ഞു വന്ന ദാസപ്പൻ പെൺകുട്ടിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചിരുന്ന ആ തടിയനായ ഗുണ്ടയുടെ പുറത്തേക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മരക്കൊമ്പ് കൊണ്ട് ശക്തമായ ഒരു അടി വെച്ചു കൊടുത്തു. ഒരു ഭയാനക ശബ്ദത്തോടെ ആ തടിയൻ ഗുണ്ട വേദന കൊണ്ട് അലറിക്കൊണ്ട് ഉമ്മറപ്പടിയിലേക്ക് മറിഞ്ഞു വീണു. അവൻ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചിരുന്ന ഗുണ്ടയുടെ നെഞ്ചിലേക്ക് ജോജി പാഞ്ഞു കയറി തൻ്റെ കാലുകൊണ്ട് ശക്തമായി തൊഴിച്ചു തെറിച്ചു. അവൻ പുറകോട്ട് വേച്ചുപോയി ജീപ്പിൻ്റെ ബോണറ്റിലേക്ക് വലിയ ശബ്ദത്തോടെ ചെന്നിടിച്ച് താഴേക്ക് വീണു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ആ ഗുണ്ടകൾ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. കാട്ടിലെ ഇരുട്ടിൽ നിന്നും തങ്ങളുടെ മേൽ വന്ന് പതിച്ച ആ ഇടുത്തി ആരാണെന്ന് തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ബാക്കിയുണ്ടായിരുന്ന 2 ഗുണ്ടകൾ അമ്പരപ്പോടെ തിരിഞ്ഞതും എപ്പോഴും പേടിച്ചു മാറി നിൽക്കാറുള്ള സുപ്രുവിൻ്റെ ഊഴമായിരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കാട്ടുമരത്തിൻ്റെ കൊമ്പ് വായുവിൽ വട്ടം ചുഴറ്റി സുപ്രു അവന്മാരുടെ കാൽമുട്ടിന് താഴെ നോക്കി സർവ്വശക്തിയും എടുത്ത് ആഞ്ഞടിച്ചു. 2 പേരും അലറിക്കൊണ്ട് നിലത്തേക്ക് മുട്ടുകുത്തി വീണു. അടികിട്ടി താഴെ വീണ ഗുണ്ടകളുടെ പിടിവിട്ട ഉടനെ ഭയന്നു വിറച്ച ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ച് ജോജി വേഗത്തിൽ അവളെ തങ്ങളുടെ പിന്നിലേക്ക് സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റി നിർത്തി. പേടിക്കണ്ട, ഇനി ഒരാളും നിന്നെ തൊടില്ല, ജോജി കിതച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ജീപ്പിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ തങ്ങളെ ആക്രമിച്ച ആ 3 പേരെയും ഗുണ്ടകൾ ഇപ്പോൾ വ്യക്തമായി കണ്ടു. തങ്ങളുടെ ഇരയെ തട്ടിയെടുക്കുന്ന ആ 3 ചെറുപ്പക്കാരെ കണ്ട് അടിവീണ ഗുണ്ടകളുടെ കണ്ണുകളിൽ വലിയൊരു പകയെരിഞ്ഞു. അവർ പല്ലിറമി മുഖത്തെ ചോര തുടച്ചുകൊണ്ട് എഴുന്നേക്കാൻ തുടങ്ങി. കോസ്റ്റ് കണ്ടേഴ്സ് ആ പെൺകുട്ടിക്ക് മുന്നിലായി കൈകളിൽ മരക്കൊമ്പുകളുമായി ഒരു വൻമതിൽ പോലെ അവർക്ക് നേരെ തിരിഞ്ഞു നിന്നു. ഇരുളിലെ യഥാർത്ഥ പോരാട്ടം അവിടെ ആരംഭിക്കുകയായിരുന്നു. ആദ്യത്തെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്നും മുക്തരായ ആ 4-5 ഗുണ്ടകൾ കടുത്ത പകയോടെ എഴുന്നേറ്റ് നിന്നു. തങ്ങളുടെ ഇരയെ തട്ടിയെടുക്കാൻ വന്ന ആ 3 പേരെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ജീപ്പിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ അവരുടെ കണ്ണുകളിലെ കൊലവറി വ്യക്തമായി കാണാമായിരുന്നു. കൊല്ലടാവന്മാരെ! തടിയനായ ഒരു ഗുണ്ട അലറിക്കൊണ്ട് ജോജിക്ക് നേരെ പാഞ്ഞെടുത്തു. അവൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ ഒരു വലിയ പൈപ്പുണ്ടായിരുന്നു. പിന്നീട് അവിടെ നടന്നത് ഒരു ഹോളിവുഡ് സിനിമയിലെ മാസാക്ഷൻ രംഗങ്ങളെ വെല്ലുന്ന പോരാട്ടമായിരുന്നു. ഇരുമ്പ് പൈപ്പുമായി തൻ്റെ തലയ്ക്ക് നേരെ വന്ന ആ തടിയൻ്റെ അടിയിൽ നിന്നും ജോജി വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറി. ആ വേഗത്തിൽ തന്നെ ജോജി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കാട്ടുമരത്തിൻ്റെ കൊമ്പുകൊണ്ട് അവൻ്റെ വാരിയിൽ നോക്കി അതിശക്തമായി ഒരു അടി കൊടുത്തു. ശ്വാസം നിലച്ചതുപോലെ അവൻ വീണ്ടും താഴേക്ക് വീണു. ജോജിയുടെ ചടുലമായ നീക്കങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. മറുവശത്ത് ദാസപ്പൻ തൻ്റെ കായികബലം മുഴുവൻ പുറത്തെടുക്കുകയായിരുന്നു. തന്നെ നേരെ പാഞ്ഞു വന്ന 2 ഗുണ്ടകളെ ദാസപ്പൻ നേരിട്ടത് ആയുധങ്ങൾ കൊണ്ടായിരുന്നില്ല. ഒന്നിൻ്റെ നെഞ്ചിൽ ആഞ്ഞൊരു ഇടി കൊടുത്ത ദാസപ്പൻ രണ്ടാമത്തവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ജീപ്പിൻ്റെ ബോണറ്റിലേക്ക് ശക്തമായി ചേർത്ത് പിടിച്ചു. അവന്മാരുടെ എല്ലുകൾ ഒടിയുന്ന ശബ്ദം ആ കാടിൻ്റെ നിശബ്ദതയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. ഒരു യഥാർത്ഥ പോരാളിയെപ്പോലെ ദാസപ്പൻ ആ ജീപ്പിന് മുന്നിൽ തിളങ്ങി നിന്നു. സുപ്രുവും ഒട്ടും പിന്നിലായിരുന്നില്ല. കായികബലം കുറവാണെങ്കിലും തൻ്റെ വേഗതയായിരുന്നു സുപ്രുവിൻ്റെ ആയുധം. തന്നെ പിടിക്കാൻ വന്ന ഒരു ഗുണ്ടയുടെ കണ്ണിലേക്ക് കയ്യിലുണ്ടായിരുന്ന മണ്ണ് വാരിയെറിഞ്ഞ സുപ്രു അവൻ പകച്ചു നിൽക്കുന്ന ആ ഒരു സെക്കൻഡിൽ കാൽമുട്ട് മടക്കി അവൻ്റെ മണികണ്ഠം നോക്കി ശക്തമായൊരു തട്ട് കൊടുത്തു. വേദന കൊണ്ട് പൊളഞ്ഞ ഗുണ്ടയുടെ മുതുകിലേക്ക് മരക്കൊമ്പ് കൊണ്ട് ഒന്നുകൂടി വെച്ചു കൊടുത്തതോടെ അവൻ നിരമ്പരിശായി. വെറും 5 മിനിറ്റുകളെടുത്ത ആ പോരാട്ടത്തിനൊടുവിൽ കാടിൻ്റെ താഴ്വാരം വീണ്ടും നിശബ്ദമായി. പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച 4-5 ഗുണ്ടകളും ഇപ്പോൾ രക്തമൊലിച്ച് എഴുന്നേക്കാൻ പോലും ആവാതെ ആ പഴയ വീടിന് മുറ്റത്ത് കിടക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന മരക്കൊമ്പ് താഴെയിട്ട് ദാസപ്പൻ കിറച്ചുകൊണ്ട് ജോജിയെ നോക്കി ചിരിച്ചു. തീർന്നടാവന്മാർ, ഇനി യുവന്മാരിൽ ഒരാളും എഴുന്നേക്കില്ല. ജോജി വേഗത്തിൽ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. പേടിക്കണ്ട, എല്ലാം കഴിഞ്ഞു. ഇനി നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഞങ്ങൾ നിന്നെ വീട്ടിലെത്തിക്കാം. ആ പെൺകുട്ടി വലിയൊരു ആശ്വാസത്തോടെ കണ്ണീരോടെ ജോജിയുടെ കൈകളിൽ പിടിച്ചു. തങ്ങളുടെ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന ആവേശത്തിലായിരുന്നു ജോജിയും ദാസപ്പനും സുപ്രുവും. ഈ ഗുണ്ടകളെ തങ്ങൾ പൂർണ്ണമായും തോൽപ്പിച്ചു കഴിഞ്ഞുവെന്ന് അവർ ഉറപ്പിച്ചു. എന്നാൽ ആ ആശ്വാസത്തിന് വെറും നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെന്ന് കരുതിയ ആ സമയത്ത് കാടിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ഒന്നിലധികം വാഹനങ്ങളുടെ ഇരമ്പൽ അവർ കേട്ടു.
ആ ജീപ്പിൻ്റെ വെളിച്ചത്തിലേക്ക് വൻ ആയുധങ്ങളുമായി മരണദൂതന്മാരെ പോലെ കുറേ ആളുകൾ ഓടിയെടുക്കുന്നുണ്ടായിരുന്നു. ഗോസ്റ്റ് ഹണ്ടേഴ്സ് വിചാരിച്ചതിലും വലിയൊരു മാഫിയായിരുന്നു അവർക്ക് നേരെ വന്നുകൊണ്ടിരുന്നത്. മരങ്ങൾക്കിടയിലൂടെ ഇരച്ചെത്തിയത് മറ്റൊരു വലിയ ജീപ്പായിരുന്നു. ബ്രേക്ക് വിട്ടതിൻ്റെ വലിയ ശബ്ദത്തോടെ ആ ജീപ്പ് വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു. അതിൽ നിന്നും 8ഓളം വരുന്ന പുതിയ ഗുണ്ടകൾ പുറത്തേക്ക് ചാടിയിറങ്ങി. താഴെ ബോധം മറ്റ് കിടക്കുന്ന തങ്ങളുടെ കൂട്ടാളികളെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ കൊലവറി തെളിഞ്ഞു. ജോജിയും ദാസപ്പനും ഞെട്ടലോടെ ആ പുതിയ സംഘത്തെ നോക്കി. അവരുടെ കൈകളിൽ വെറും ഇരുമ്പ് പൈപ്പുകളോ മരക്കൊമ്പുകളോ ആയിരുന്നില്ല, മറിച്ച് ജീപ്പിൻ്റെ വെളിച്ചത്തിൽ ഭയാനകമായി തിളങ്ങുന്ന കൂർത്ത വടിവാളുകളായിരുന്നു. വെറുമൊരു ലോക്കൽ ഗുണ്ടാ സംഘത്തെയല്ല, അതിക്രൂരന്മാരായ വലിയൊരു മാഫിയാണ് തങ്ങൾ നേരിടുന്നതെന്ന് ഗോസ്റ്റ് ഹണ്ടേഴ്സിന് അപ്പോൾ പൂർണ്ണമായും ബോധ്യമായി. വെട്ടി അരിയടാ അവന്മാരെ! ജീപ്പിൽ നിന്നിറങ്ങിയ അവരുടെ തലവൻ അലറി. ആയുധമില്ലാതെ ഈ വടിവാടുകളെ നേരിടുക എന്നത് അസാധ്യമാണെന്ന് ജോജിക്ക് അറിയാമായിരുന്നു. എങ്കിലും ആ പെൺകുട്ടിയെ അവർക്ക് വിട്ടുകൊടുക്കാൻ ജോജി തയ്യാറായിരുന്നില്ല. അവളെ തങ്ങൾക്ക് പിന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ജോജിയും ദാസപ്പനും തങ്ങളുടെ കയ്യിലെ മരക്കൊമ്പുകൾ ഒന്നുകൂടി മുറുക്കെ പിടിച്ചു. അടുത്ത നിമിഷം ചോര കൊതിക്കുന്ന ആ വാളുകൾ വായുവിൽ പാറി പറക്കാൻ തുടങ്ങി. വടിവാളുകളുമായി പാഞ്ഞെടുത്ത ഗുണ്ടകളെ മരക്കൊമ്പുകൾ കൊണ്ട് തടഞ്ഞു നിർത്തുക എന്നത് തികച്ചും അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു. വാളുകളുടെ വെട്ടേറ്റ് അവരുടെ കൈകളിലെ മരക്കൊമ്പുകൾ കഷ്ണങ്ങളായി തെറിച്ചുപോയി. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജോജിയും ദാസപ്പനും സുപ്രവും പരമാവധി ഒഴിഞ്ഞു മാറി പൊരുതാൻ ശ്രമിച്ചു. ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു അവിടെ നടന്നത്. ദാസപ്പൻ അതിസാഹസികമായി ഒരു ഗുണ്ടയുടെ കയ്യിൽ നിന്നും വാൾ തട്ടിത്തെറിപ്പിച്ചെങ്കിലും പിന്നിലൂടെ വന്ന മറ്റൊരുത്തൻ ദാസപ്പനെ അതിശക്തമായി ചവിട്ടി വീഴ്ത്തി. അതിനിടയിലാണ് ആ ദുരന്തം സംഭവിച്ചത്. സുപ്രുവിന്റെ ശ്രദ്ധ പെൺകുട്ടിക്ക് നേരെ പാഞ്ഞെടുത്ത മറ്റൊരു ഗുണ്ടയിലായിരുന്നു. ഇത് മുതലെടുത്ത് പുറകിൽ നിന്നും ഒരുത്തൻ വലിയൊരു വടിവാൾ വായുവിൽ ചുഴറ്റി സുപ്രുവിന് നേരെ പാഞ്ഞെടുത്തു. സുപ്രു, മാറി നിൽക്കടാ! ജോജി സർവ്വശക്തിയുമെടുത്ത് അലറി. ജോജിയുടെ ശബ്ദം കേട്ട് സുപ്രു പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അല്പം വൈകിയിരുന്നു. ആ ഗുണ്ട ആഞ്ഞുവെട്ടിയ വടിവാളിന്റെ മൂർച്ചയേറിയ അറ്റം സുപ്രുവിന്റെ വലതുതോളിൽ ശക്തമായി കൊണ്ടു. മാംസം പിളരുന്ന ശബ്ദം ആ കാട്ടിൽ മുഴങ്ങി. സുപ്രുവിന്റെ തോളിൽ നിന്നും ചൂടുള്ള ചോര നാലുപാടും ചിതറിത്തെറിച്ചു. ഹൃദയം പിളർക്കുന്ന വലിയൊരു നിലവിളിയോടെ സുപ്രു തൻ്റെ തോളിൽ പിടിച്ച് ആ ജീപ്പിന് മുന്നിലെ ചെടിയിലേക്ക് വീണു. സുപ്രു! ജോജിയുടെയും ദാസപ്പൻ്റെയും നെഞ്ചുപൊട്ടിയുള്ള ആ അലർച്ച കൊടുങ്കാടിനെ നടുക്കി. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ചോര വീണ ആ മണ്ണിൽ നിസ്സഹായരായ ഗോസ്റ്റ് ഹണ്ടേഴ്സ് പകച്ചു നിൽക്കുകയായിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന സുപ്രുവിനെ കണ്ട് ജോജിയുടെയും ദാസപ്പൻ്റെയും സമര തെറ്റി. കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെയോ ചുറ്റും നിൽക്കുന്ന ഗുണ്ടകളെയോ വകവയ്ക്കാതെ അവർ സുപ്രുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. ചെളി നിറഞ്ഞ ആ വീട്ടുമുറ്റത്ത് ജീപ്പിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ തൻ്റെ ജീവനായ കൂട്ടുകാരൻ്റെ ചോര ഒഴുകിപ്പരക്കുന്നത് കണ്ട് ജോജി അക്ഷരാർത്ഥത്തിൽ വിതുമ്പിപ്പോയി. ദാസപ്പൻ വേഗത്തിൽ സുപ്രുവിൻ്റെ തല മടിയിലേക്ക് എടുത്തു വെച്ചു. ആഴത്തിൽ വെട്ടേറ്റ അവൻ്റെ വലതു തോളിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരുന്നു. ദാസപ്പൻ തൻ്റെ ഷർട്ട് വലിച്ചു കീറി ആ മുറിവിലേക്ക് ഇറുക്കെ അമർത്തിപ്പിടിച്ചുകൊണ്ട് ചോര നിർത്താൻ ശ്രമിച്ചു. ബോധം മറയുന്ന അവസ്ഥയിലും സുപ്രു വേദന കൊണ്ട് പുളയുകയായിരുന്നു. സുപ്രു, കണ്ണു തുറക്കടാ! ഒന്നും പറ്റിയില്ല, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകും. ദാസപ്പൻ കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. എപ്പോഴും തമാശകൾ മാത്രം പറയുന്ന, എല്ലാവരെയും ചിരിപ്പിക്കുന്ന തങ്ങളുടെ സുപ്രു ജീവന് വേണ്ടി പിടയുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. പെൺകുട്ടി ഭയത്താൽ വിറച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവർക്ക് പിന്നിലായി മാറി നിന്ന് വിതുമ്പുന്നുണ്ടായിരുന്നു. എന്നാൽ ഗുണ്ടകൾക്ക് യാതൊരു ദയയും ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ ഇരയെ തട്ടിയെടുത്തതിൻ്റെയും കൂട്ടുകാരെ അടിച്ചു വീഴ്ത്തിയതിൻ്റെയും പക അവരുടെ കണ്ണുകളിൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു. 8ഓളം വരുന്ന സായുധരായ ഗുണ്ടകൾ ജോജിയെയും ദാസപ്പനെയും സുപ്രുവിനെയും ആ പെൺകുട്ടിയെയും പൂർണ്ണമായും വട്ടത്തിൽ വളഞ്ഞു. രക്ഷപ്പെടാൻ യാതൊരു പഴിയുമില്ലാത്ത വിധം വലിയൊരു ഇരുമ്പ് കോട്ട പോലെ അവർ നിന്നു. ഗുണ്ടകളുടെ തലവൻ രക്തം പുരണ്ട തൻ്റെ വടിവാൾ നിലസൊരുസിക്കൊണ്ട് ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവർക്ക് മുന്നിലേക്ക് വന്നു. നിന്നെയൊക്കെ ആരടാ ഇങ്ങോട്ട് വിളിച്ചത്? ഇവളെ രക്ഷിക്കാൻ വന്ന സൂപ്പർ ഹീറോസ്! അവൻ അലറി. ഇന്ന് ഈ കാട്ടിൽ ഇവളുടെ കൂടെ നിങ്ങളെ 3 ഞാൻ വെട്ടിക്കീറി കുഴിച്ചു മൂടും. ആയുധമില്ലാതെ ഗുരുതരമായി പരിക്കേറ്റ കൂട്ടുകാരനെയും വെച്ചുകൊണ്ട് ആ വടിവാളുകളെ നേരിടുക എന്നത് അസാധ്യമാണ്. അമാനുഷിക ശക്തികളെ മിസ്റ്റർ മക്ലിൻ്റെ പുസ്തകത്തിലെ അറിവുകൾ കൊണ്ട് തുരത്താം. പക്ഷെ ചോര കൊതിക്കുന്ന ഈ മനുഷ്യരുടെ ഇരുമ്പായുധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു മന്ത്രത്തിനും കഴിയില്ലെന്ന് ജോജിക്ക് മനസ്സിലായി. ആ ഗുണ്ടകൾ ഒന്നടങ്കം കൊലവിളിയോടെ തങ്ങളുടെ തിളങ്ങുന്ന വാളുകൾ അവർക്ക് നേരെ ഒന്നിച്ചുയർത്തി. വെറുമൊരു വ്യാജ യൂട്യൂബ് ചാനലിൽ തുടങ്ങി കൊടും പാതകങ്ങളുടെയും അദൃശ്യശക്തികളുടെയും ചുരുളഴിച്ച ഗോസ്റ്റ് ഹണ്ടേഴ്സിൻ്റെ ഈ യാത്ര ഇടുക്കിയിലെ ഇരുണ്ട കാട്ടിൽ അവസാനിക്കാൻ പോവുകയാണെന്ന് അവർക്കുറപ്പായി. തങ്ങളുടെ അന്ത്യം വന്നെത്തിയെന്ന് തിരിച്ചറിവോടെ അവർ വരാനിരിക്കുന്ന മരണവെട്ടുകൾ ഏറ്റുവാങ്ങാനായി ജോജിയും ദാസപ്പനും പരസ്പരം നോക്കി കണ്ണുകളടച്ച് മരണത്തെ കാത്തിരുന്ന ജോജിക്കും ദാസപ്പനും നേരെ ആ വടിവാളുകൾ താഴേക്ക് പതിക്കാൻ തുടങ്ങിയ ആ ഒരു നിമിഷം പെട്ടെന്ന് ആ കാടിൻ്റെ അന്തരീക്ഷം ആകെ മാറി മറഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന നിശ്ചിതയെ കീറിമുറിച്ച് വലിയ മരങ്ങളെപ്പോലും പിഴുതെറിയത്തക്ക ശക്തിയുള്ള അതിഭീകരമായ കൊടുങ്കാറ്റ് അവിടേക്ക് ആഞ്ഞു വീശി. അതോടൊപ്പം ഇടിമുഴക്കം പോലെ ഹൃദയം പിളർക്കുന്ന ഭയാനകമായ ഒരു ചൂളം വിളിയും ആ കാട്ടിലാകെ പ്രതിധ്വനിച്ചു. ആ ശബ്ദത്തിൻ്റെ ഭീകരതയിലും കാറ്റിലെ ശക്തിയിലും ഗുണ്ടകളുടെ കൈകൾ ഒന്നുപറച്ചു. അവർ തങ്ങളുടെ വാളുകൾ താഴ്ത്തി.
പകപ്പോടെ ചുറ്റും നോക്കി. കാറിനുള്ളിൽ അതിശക്തികളെ നേരിട്ടപ്പോൾ ഉണ്ടായ അതുപോലൊരു പ്രകമ്പനം ജോജിക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടു. അടുത്ത നിമിഷം ആ കൊടുങ്കാറ്റിൽ എവിടെ നിന്നോ പറന്നു വന്ന പോലെ ജീപ്പിൻ്റെ മഞ്ഞ വെളിച്ചത്തിലേക്ക് കൃത്യം ആ ഗുണ്ടകൾക്കും ഗോസ്റ്റ് കണ്ടേഴ്സിനും നടുവിലായി ഒരാൾ വന്നിറങ്ങി. വെറുമൊരു മനുഷ്യനായിരുന്നില്ല അത്. ജീപ്പിൻ്റെ വെളിച്ചത്തിൽ ആ രൂപം ദീർഘകായകരായ ഒരു നിഴലായി നിന്നു. വിരിഞ്ഞമാറും അസാമാന്യമായ ഉയരമുള്ള ഒരാൾ. ഇരുട്ടിത്തിളങ്ങുന്ന പരമ്പരാഗതമായ വലിയൊരു ചുരികയായിരുന്നു അയാളുടെ കയ്യിലുണ്ടായിരുന്നത്. ഒരു ദൈവത്തെ പോലെ അസാമാന്യമായ ഗാംഭീര്യവും രൗദ്രഭാവവും ആ അജ്ഞാതയിൽ നിറഞ്ഞു നിന്നു. "ഓരണ നീ, വഴിയിൽ നിന്നും മാറി നിൽക്കടാ!" ഗുണ്ടാത്തലവൻ അലറിക്കൊണ്ട് ആ അജ്ഞാതന് നേരെ വാളോങ്ങി പാഞ്ഞെടുത്തു. എന്നാൽ സാധാരണ മനുഷ്യന്റെ കണ്ണുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത വേഗതയായിരുന്നു ആ ഭീകരരൂപത്തിന്റെ ചലനങ്ങൾ. തൻ്റെ നേരെ വന്ന ഗുണ്ടയുടെ വടിവാളിനെ തന്റെ കയ്യിലിരിക്കുന്ന തിളങ്ങുന്ന ആയുധം കൊണ്ട് അയാൾ ഒറ്റവെട്ടിന് തട്ടിത്തെറിപ്പിച്ചു. ഇരുമ്പുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന വലിയ ശബ്ദത്തോടെ ആ വടിവാളുകൾ കഷ്ണങ്ങളായി നിലത്ത് വീണു. അടുത്ത സെക്കൻഡിൽ ആ അജ്ഞാതന്റെ കാൽ ഗുണ്ടയുടെ നെഞ്ചിൽ പതിച്ചു. വലിയൊരു മരത്തടി വീണതുപോലെ ആ ഗുണ്ട ജീപ്പിന്റെ മുകളിലേക്ക് 10 അടിയോളം ദൂരത്തേക്ക് തെറിച്ചു വീണു. പിന്നെ അവിടെ നടന്നത് ശരിക്കും കൂട്ടക്കുരുതിയായിരുന്നു. തങ്ങളുടെ തലവനെ വെട്ടി വീഴ്ത്തുന്നത് കണ്ട ബാക്കിയുള്ള സായുധരായ ഗുണ്ടകളെല്ലാം ഒന്നിച്ച് പാഞ്ഞെടുത്തെങ്കിലും ആ മനുഷ്യന്റെ അതിമാനുഷികമായ ശക്തിക്ക് മുന്നിൽ അവർ വെറും കരിയലകൾ പോലെയാണ് പറന്നുപോയത്. അയാളുടെ ഓരോ ചലനവും വായുവിനേക്കാൾ വേഗത്തിലായിരുന്നു. അയാളുടെ ആയുധം കാറ്റിൽ വട്ടം ചുഴറ്റുമ്പോൾ ഗുണ്ടകളുടെ ആയുധമെല്ലാം നിലംപരിശായി. പെൺകുട്ടിയെയും ജോജിയെ ഉപദ്രവിക്കാൻ വന്നവരെയെല്ലാം അയാൾ നിഷ്കരണം വെട്ടി വീഴ്ത്താൻ തുടങ്ങി. തങ്ങളെ രക്ഷിക്കാൻ എവിടുന്നോ കടന്നു വന്ന ഒരു അത്ഭുത മനുഷ്യനെ കണ്ട് ജോജിയും ദാസപ്പനും പെൺകുട്ടിയും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. ചോരയൊലിപ്പിച്ച് കിടന്ന സുപ്രു പോലും പാതിമയക്കത്തിൽ അവതാര പുരുഷന്റെ രൗദ്രതാണ്ഡവം അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. അമാനുഷികമായ ഒരു മഹാശക്തി തങ്ങൾക്ക് മുന്നിൽ സംഹാര രൂപിയായി നിൽക്കുകയായിരുന്നു. പഴയ വീടിന്റെ മുറ്റത്ത് ചോരയുടെയും ഭയത്തിൻ്റെയും ഗന്ധം നിറഞ്ഞു നിന്നു. ജീപ്പിന്റെ വെളിച്ചത്തിൽ ഒരൊറ്റ മനുഷ്യൻ ആ സായുധരായ ഗുണ്ടാ സംഘത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ഭയാനകമായ കാഴ്ചയാണ് ഗോസ്റ്റ് കണ്ടേഴ്സ് കണ്ടത്. അയാളുടെ ചുരിക വായുവിൽ തീപ്പൊരികൾ ചിതറിക്കൊണ്ട് പാറി നടന്നു. തങ്ങൾ നേരിടുന്നത് ഒരു സാധാരണ മനുഷ്യനെ അല്ലെന്ന് തിരിച്ചറിയാൻ ബാക്കിയുള്ള ആക്രമികൾക്ക് നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഇരുമ്പായുധങ്ങളുമായി വന്ന തങ്ങളെ അതിമാനുഷികമായ ശക്തിയോടെ വായുവിൽ പറത്തിക്കൊണ്ടിരിക്കുന്ന ആ ദീർഘകായരായ രൂപത്തെ കണ്ടപ്പോൾ അവരുടെ ഞരമ്പുകളിലെ ചോര തണുത്തുറഞ്ഞു. "ഓടിക്കോ!" നിലത്ത് വീണ ഗുണ്ടകളുടെ തലവൻ പ്രാണഭയത്താൽ അലറി. ഇത്രയും നേരം മരണത്തിന്റെ വ്യാപാരികളായി അഹങ്കരിച്ചിരുന്ന ആ നരാധമന്മാർ സ്വന്തം ജീവനും കൊണ്ട് ആ പഴയ വീടിനെ മുറ്റത്ത് നിന്നും കൊടുങ്കാട്ടിലേക്ക് ചിതറിയോടി. തങ്ങളുടെ ജീപ്പുകൾ പോലും എടുക്കാൻ നിൽക്കാതെ അവർ ആ ഇരുട്ടിലേക്ക് ഓടിമറയുന്നത് ജോജി അത്ഭുതത്തോടെ നോക്കി നിന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ വീണ്ടും പഴയ നിശബ്ദത തിരിച്ചെത്തി. ഗുണ്ടകൾ ഉപേക്ഷിച്ചു പോയ ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രം ആ മുറ്റത്ത് പ്രകാശിച്ചു നിന്നു. ആ വെളിച്ചത്തിന് മുന്നിലായി അക്രമികളെ വിറപ്പിച്ച ആ അജ്ഞാത രക്ഷകൻ ശാന്തനായി നിൽക്കുകയായിരുന്നു. വീതിയുള്ള പുറഭാഗം മാത്രമേ ജോജിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. കാറ്റിൽ അയാളുടെ നീണ്ട മുടിയും വസ്ത്രങ്ങളും പറക്കുന്നുണ്ടായിരുന്നു. ചുറ്റും വല്ലാത്തൊരു ഊർജം നിറഞ്ഞു നിൽക്കുന്നതായി ജോജിക്കും ദാസപ്പനും അനുഭവപ്പെട്ടു. ദാസപ്പൻ്റെ മടിയിൽ ചോര ഒലിപ്പിച്ച് കിടക്കുകയായിരുന്ന സുപ്രുവിനെ ഒന്ന് നോക്കിയ ശേഷം ജോജി വളരെ പതുക്കെ എഴുന്നേറ്റു. എന്നിട്ട് ആരാണ് തങ്ങളെ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതെന്നറിയാൻ ജോജിക്ക് അതിയായ ആകാംക്ഷയുണ്ടായിരുന്നു. ഒപ്പം തങ്ങളുടെ ജീവൻ കാത്ത ആ വലിയ മനുഷ്യനോട് ഒരു നന്ദി വാക്ക് പറയണമെന്നും. ജോജി പതുക്കെ ആ രൂപത്തിനടുത്തേക്ക് നടന്നു. ഞങ്ങളെ ഈ മരണത്തിൽ നിന്ന് രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ആരാണ്?" ജോജി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ജോജിയുടെ ശബ്ദം കേട്ടതും ആ വലിയ രൂപം പതിയൊന്ന് തിരിയാൻ ശ്രമിച്ചു. ആ മുഖം കാണാനായി ജോജി ശ്വാസം അടക്കി പിടിച്ചു നിന്നു. എന്നാൽ പൂർണ്ണമായും തിരിയുന്നതിന് മുമ്പ് തന്നെ ആ കാടിൻ്റെ അന്തരീക്ഷം വീണ്ടും മാറി. മരച്ചിലുകളെ കുലുക്കിക്കൊണ്ട് അതിശക്തമായ മഞ്ഞുകാറ്റ് വീണ്ടും അവിടേക്ക് ആഞ്ഞു വീശി. കറുത്ത കോടമഞ്ഞ് ആ ജീപ്പിൻ്റെ വെളിച്ചത്തെ പോലും മറച്ചുകൊണ്ട് ഇരച്ചെത്തി. ജോജി അറിയാതെ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. സെക്കൻഡുകൾക്ക് ശേഷം കാറ്റൊന്നൊതുങ്ങി. മഞ്ഞ് അല്പം മാറിയപ്പോൾ ജോജി കണ്ണു തുറന്നു നോക്കി. അടുത്ത നിമിഷം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. അവിടെ ആരുമില്ല. തന്നെക്കാൾ വലിയ ഉയരമുള്ള വാളേന്തിയ ആ ഭീമാകാരനായ മനുഷ്യൻ പെട്ടെന്ന് വായുവിൽ അലിഞ്ഞു ചേർന്നതുപോലെ അപ്രത്യക്ഷനായിരിക്കുന്നു. ചുറ്റുമുള്ള കാട്ടിലേക്കോ ഇരുട്ടിലേക്കോ ഓടിമറിയാനുള്ള യാതൊരു സമയവും അവിടെ ഉണ്ടായിരുന്നില്ല. വെറുമൊരു നിഴൽ പോലെ വന്ന് കാറ്റ് പോലെ പ്രവർത്തിച്ച് മഞ്ഞുപോലെ അയാൾ മാഞ്ഞു പോയിരിക്കുന്നു. "ജോജി, അയാൾ എവിടെ പോയി?" ദാസപ്പൻ പരിഭ്രമത്തോടെ ചോദിച്ചു. "എനിക്കറിയില്ല ദാസപ്പ." ജോജിയുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. അതൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല. ഈ കാട്ടിലെ ഏതോ വലിയൊരു ശക്തിയാണ് നമ്മളെ ഈ മരണത്തിൽ നിന്നും രക്ഷിച്ചത്. അത് മനുഷ്യനാണോ അതോ മറ്റെന്തെങ്കിലും അമാനുഷിക ശക്തിയാണോ എന്ന് ചിന്തിച്ചു നിൽക്കാൻ അവർക്ക് സമയമില്ലായിരുന്നു. സുപ്രയുടെ തോളിൽ നിന്നും ചോര ഇപ്പോഴും വാർന്നുകൊണ്ടിരിക്കുകയാണ്. ബോധം മറഞ്ഞു തുടങ്ങിയ സുപ്രയെ താങ്ങിപ്പിടിച്ച് ഭയന്നു പറിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചറിയാൻ ജോജി അവളുടെ അടുത്തേക്ക് നടന്നു. അപ്രത്യക്ഷനായ ആ മഹാശക്തികളെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റിവെച്ച് ജോജി വേഗത്തിൽ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഭയവും തണുപ്പും കാരണം അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. "കുട്ടി, പേടിക്കേണ്ട. ഇനി അവന്മാരിൽ ആരും ഇങ്ങോട്ട് വരില്ല." ജോജി അവളെ ആശ്വസിപ്പിച്ചു. "എന്താ നിന്റെ പേര്? ഈ പാതിരാത്രിയിൽ എങ്ങനെയാ നരാധമന്മാരുടെ
കയ്യിൽ വന്ന് പെട്ടത്? ആശ്വാസവും സങ്കടവും അണപൊട്ടി അവൾ കരഞ്ഞുപോയി. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പറയാൻ തുടങ്ങി, എൻ്റെ പേര് അഞ്ജലി. ഇതെല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ച് വിനയാണ് ചേട്ടാ. എൻ്റെ അമ്മാവൻ്റെ മകനുമായി ഞാൻ കുറച്ചു കാലമായി ഇഷ്ടത്തിലായിരുന്നു. അവൻ വലിയൊരു മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിയാണെന്നും അതിന് അടിമയാണെന്നും എൻ്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അവർ എന്നെ ഒരുപാട് വിലക്കിയതാണ്. പക്ഷേ ആരും പറഞ്ഞത് കേൾക്കാതെ കഴിഞ്ഞ ദിവസം ഞാൻ അവനെ വിശ്വസിച്ച് ഞാൻ വീട് വിട്ടിറങ്ങി. അഞ്ജലി ഒരു നിമിഷം നിർത്തി വിതുമ്പി. അവൾക്ക് വിശ്വസിച്ചവനിൽ നിന്ന് കിട്ടിയ വലിയൊരു ചതിയുടെ വേദന ആ മുഖത്തുണ്ടായിരുന്നു. എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവനെന്നെ ഈ കാട്ടിലെ ഒഴിഞ്ഞ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. എൻ്റെ കഴുത്തിൽ താലി കെട്ടാനല്ല, മറിച്ച് അവന് പണം കിട്ടാൻ വേണ്ടി അവൻ്റെ ബോസിനും മറ്റു കൂട്ടുകാർക്കും എന്നെ പങ്കുവയ്ക്കാൻ വേണ്ടിയായിരുന്നു അവനെന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഞാൻ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടിയതാണ്. പക്ഷേ അവർ എന്നെ പിടികൂടി. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ അവൾക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആ ചെകുത്താന്മാർക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും അഞ്ജലി. ദാസപ്പൻ പല്ലിറുമ്മി. അപ്പോഴാണ് സുപ്രു വലിയൊരു ഞരക്കത്തോടെ കണ്ണു തുറന്നത്. ജോലിയേട്ടാ, എനിക്ക് വല്ലാത്ത ദാഹം. ചോര വാർന്നു പോയതുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ വരണ്ടുണങ്ങിയിരുന്നു. ദാസപ്പൻ അമർത്തി പിടിച്ചെങ്കിലും ആ മുറിവിൽ നിന്ന് രക്തം പൂർണ്ണമായി നിന്നിരുന്നില്ല. സുപ്രുവിനെ എത്രയും വേഗം വൈദ്യസഹായം കിട്ടിയതേരു ദാസപ്പ, ജോജി പരിഭ്രാന്തിയോടെ പറഞ്ഞു. നമ്മുടെ വണ്ടി കാട്ടിൽ കിടക്കുകയാണ്. കുണ്ടുകളുടെ ജീപ്പിൻ്റെ താക്കോൽ അവന്മാർ കൊണ്ടുപോയി. ഫോണിലാണെങ്കിൽ റേഞ്ചുമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നുമില്ല. അത് കേട്ട് അഞ്ജലി പെട്ടെന്ന് പറഞ്ഞു, ചേട്ടാ, ഈ കാടിൻ്റെ മറുഭാഗത്ത് അല്പം മാറിയായി എൻ്റെ വല്യച്ഛൻ്റെ വീടുണ്ട്. വല്യച്ഛനും ഞാനും തമ്മിൽ വലിയ അടുപ്പമാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്. മാത്രമല്ല ഈ കാട്ടിലെ വഴികളെല്ലാം വല്യച്ഛന് നന്നായി അറിയാം. അതൊരു വലിയ ആശ്വാസമായിരുന്നു. ജോജിയും ദാസപ്പനും ഒട്ടും സമയം കളയാതെ അവർ സുപ്രുവിനെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അഞ്ജലിയുടെ സഹായത്തോടെ സുപ്രുവിനെ നടുക്ക് നിർത്തി അവർ ആ ഇരുണ്ട കാട്ടുപാതയിലൂടെ നടക്കാൻ തുടങ്ങി. കുണ്ടുകളുടെ ഭീഷണിയോ അദൃശക്തികളുടെ ആക്രമണമോ ഇപ്പോൾ അവർക്ക് ചുറ്റുമില്ലായിരുന്നു. ജീവൻ കാക്കാൻ അവതരിച്ച ആ അജ്ഞാതൻ്റെ അദൃശ്യമായ കാവൽ ഇപ്പോഴും തങ്ങൾക്കൊപ്പമുണ്ടെന്ന് അവർക്ക് തോന്നി. അഞ്ജലി പറഞ്ഞ വലിയച്ഛൻ്റെ വീട് ലക്ഷ്യമാക്കി സുപ്രുവിൻ്റെ ജീവനും കൊണ്ട് ആ കോടമഞ്ഞിലേക്ക് നടന്നു കയറി. സുപ്രുവിനെ താങ്ങിപ്പിടിച്ചുള്ള ആ നടത്തം വളരെ ദുഷ്കരമായിരുന്നു. ഓരോ ചൂട് വയ്ക്കുമ്പോഴും വേദന കൊണ്ട് അവൻ ഞരങ്ങുന്നുണ്ടായിരുന്നു. ദാസപ്പനും ജോജിയും തങ്ങളുടെ തോൾ നൽകി അവരെ പരമാവധി താങ്ങിപ്പിടിച്ചു. അഞ്ജലി അവർക്ക് മുന്നിലായി ആ ഇരുണ്ട പാതയിലൂടെ വഴി കാണിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 20 മിനിറ്റോളം കോടമഞ്ഞിലൂടെ നടന്നപ്പോൾ മരങ്ങൾക്കിടയിലൂടെ ചെറിയ വെളിച്ചം അവർ കണ്ടു. ഓടിട്ട പഴക്കമുള്ള ഒരു വീടിൻ്റെ ഉമ്മറത്തെ ലൈറ്റായിരുന്നു അത്. അതാണ് വലിയച്ഛൻ്റെ വീട്. അഞ്ജലി ആശ്വാസത്തോടെ പറഞ്ഞു. മുറ്റത്ത് ആളനക്കം കേട്ട് വീട്ടിലെ നായ്ക്കൾ കുരച്ചു തുടങ്ങി. അഞ്ജലി വേഗത്തിൽ ചെന്ന് വാതിൽ തട്ടി വിളിച്ചു. വലിച്ച, കറവ് തുറക്ക്, ഞാനാ അഞ്ജലിയാ. നിമിഷങ്ങൾക്കകം വാതിൽ തുറക്കപ്പെട്ടു. വലിയൊരു ടോർച്ചുമായി എത്തിയ പ്രായം തളർത്താത്ത ദൃഢമായ ശരീരപ്രകൃതിയുള്ള ഒരാൾ ഉമ്മറത്തേക്ക് വന്നു. പാതിരാത്രി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന അപരിചിതരെയും 3 ചെറുപ്പക്കാരെയും വിറച്ചു നിൽക്കുന്ന തൻ്റെ മകളെപ്പോലെയുള്ള അഞ്ജലിയെയും കണ്ട് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അഞ്ജലി, എന്താ മോളെ ഇതൊക്കെ? പാതിരാത്രി നീ എന്താ ഇവിടെ? ഇവരാരാ? വലിയച്ഛൻ്റെ സ്വരത്തിൽ ഭയവും അമ്പരപ്പും ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ പറയാൻ വലിയച്ഛ. ആരും ചേട്ടനെ ഒന്ന് അകത്തേക്ക് കയറ്റണം. ഒരുപാട് ചോര പോയിട്ടുണ്ട്. വിതുമ്പിക്കൊണ്ട് അഞ്ജലി സുപ്രുവിനെ ചൂണ്ടിക്കാണിച്ചു. ഒരു നിമിഷം പോലും പാഴാക്കാതെ വലിയച്ഛൻ അവരെ അകത്തേക്ക് കയറ്റി. ഉമ്മറത്തെ വലിയ മരക്കട്ടിലേക്ക് ദാസപ്പനും ജോജിയും സുപ്രുവിനെ പതിയെ കിടത്തി. വലിയച്ഛൻ വേഗത്തിൽ അകത്ത് പോയി ചില പച്ചമരുന്നുകൾ പറിച്ചെടുത്തുകൊണ്ടുവന്ന് കല്ലിലിട്ട് അലച്ചെടുത്തു. അത് സുപ്രുവിൻ്റെ മുറിവിലേക്ക് വെച്ച് കെട്ടി. ആ നാടൻ മരുന്നിൻ്റെ ശക്തിയാൽ കുറച്ചു നേരം കൊണ്ട് സുപ്രുവിൻ്റെ തോളിൽ നിന്നുള്ള രക്തസ്രാവം പൂർണ്ണമായി നിന്നു. വേദന കുറഞ്ഞതോടെ അവൻ പതുക്കെ മയക്കത്തിലേക്ക് വീണു. വലിയൊരു ആശ്വാസത്തോടെ ജോജിയും ദാസപ്പനും ആ ഉമ്മറത്തെ കസാരയിലേക്ക് ഇരുന്നു. വലിയച്ഛൻ അവർക്ക് കുടിക്കാൻ ചൂടുവെള്ളം നൽകി. ഇനി പറയും മോളെ, എന്താ ശരിക്കും നടന്നത്? ഇവർ ആരാണ്? വലിയച്ഛൻ ചോദിച്ചു. അഞ്ജലി കരഞ്ഞുകൊണ്ട് താൻ നേരിട്ട വലിയ ചതിയുടെയും തന്നെ വിൽക്കാൻ ശ്രമിച്ചതിൻ്റെ കഥകളും പറഞ്ഞു. കാട്ടിലെ ആ വീടിന് മുന്നിൽ വെച്ച് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോരാടിയ ഈ ചെറുപ്പക്കാരെ അവൾ വലിയച്ഛന് പരിചയപ്പെടുത്തി. എല്ലാം കേട്ട വലിയച്ഛൻ വലിയൊരു നന്ദിയോടെ ജോജിയുടെയും ദാസപ്പൻ്റെയും കൈകൾ ചേർത്ത് പിടിച്ചു. അതിനുശേഷം ജോജി സംസാരിക്കാൻ തുടങ്ങി. തങ്ങൾ പാരാനോർമൽ ആക്ടിവിറ്റികൾ ചെയ്യുന്നവരാണെന്നും ആ കാട്ടിൽ വെച്ച് വണ്ടി കേടായതും അദൃശക്തികളുടെ ആക്രമണം ഉണ്ടായതും എല്ലാം ജോജി വിശദീകരിച്ചു. വലിയച്ഛ, ആ ഗുണ്ടകളിൽ നിന്നും അഞ്ജലിയെ ഞങ്ങൾ രക്ഷിച്ചു. പക്ഷെ പിന്നീട് കുറേയധികം ആളുകൾ വടിവാളുകളുമായി ഞങ്ങളെ ആക്രമിക്കാൻ വന്നു. സുപ്രുവിന് വെട്ടേറ്റു. ഞങ്ങളുടെ ജീവൻ അവിടെ അവസാനിക്കുകയാണെന്ന് കരുതിയതാണ്, ജോജി ആവേശത്തോടെ പറഞ്ഞു. പക്ഷേ ആ നിമിഷം ആ ഇരുട്ടിൽ എവിടെ നിന്നോ ഒരാൾ പറന്നിറങ്ങി. അസാമാന്യ ഉയരവും വലിയൊരു ചുരികയുമുള്ള ഒരു അമാനുഷികൻ. അയാൾ ഗുണ്ടകളെയെല്ലാം ഒറ്റയ്ക്ക് വെട്ടി വീഴ്ത്തി. ഞങ്ങൾ നോക്കി നിൽക്കെ അയാൾ കാറ്റിൽ മാഞ്ഞു പോവുകയും ചെയ്തു. അത് കേട്ടതും വലിയച്ഛൻ്റെ മുഖഭാവം മാറി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വലിയൊരു അത്ഭുതവും ഭക്തിയും നിറയുന്നത് ജോജി ശ്രദ്ധിച്ചു. അദ്ദേഹം ഉമ്മറത്തെ തോടിലേക്ക് ചാരി നിന്നുകൊണ്ട് ജോജിയെ സൂക്ഷിച്ചു നോക്കി. വലിയൊരു ചുരികയുമായി വന്ന ദീർഘകായകനായ ഒരു മനുഷ്യൻ, അതും ആ പഴയ വീടിന് മുന്നിൽ വെച്ച്.
വെല്ലിച്ചൻ പതുക്കെ മന്ത്രിച്ചു. അദ്ദേഹം കൈകൾ കൂപ്പിക്കൊണ്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. തങ്ങളുടെ ജീവൻ രക്ഷിച്ച ആ അജ്ഞാതനായ മനുഷ്യൻ ആരാണെന്ന് വെല്ലിച്ചൻ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഉമ്മറത്തെ വലിയ നിശബ്ദതയിൽ കൈകൂപ്പി കണ്ണുകളടച്ച് നിൽക്കുന്ന വെല്ലിച്ചനെ ജോജിയും ദാസപ്പനും അത്ഭുതത്തോടെ നോക്കി നിന്നു. അല്പനേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വെല്ലിച്ചൻ കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇതുവരെ ഉണ്ടായിരുന്ന ഭയമോ അമ്പരപ്പോ ഉണ്ടായിരുന്നില്ല. മറിച്ച് വലിയൊരു ഭക്തിയും ആശ്വാസവുമായിരുന്നു. വെല്ലിച്ച, എന്താ കാര്യം? വെല്ലിച്ചന് ആളെ മനസ്സിലായോ? ദാസപ്പൻ ആകാംക്ഷയോടെ ചോദിച്ചു. വെല്ലിച്ചൻ പതുക്കെ വന്ന് അവർക്കിടയ്ക്കുള്ള കസാരയിലേക്ക് ഇരുന്നു. എന്നിട്ട് ജോജിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പോരാടിയ ആ ഒഴിഞ്ഞ വീടിന് മുറ്റത്ത് വലിയൊരു പാലമരത്തിൻ്റെ ചുവട്ടിലായി കാട് പിടിച്ച് കിടക്കുന്ന ചെറിയൊരു തറ നിങ്ങൾ ശ്രദ്ധിച്ചോ? ജോജി ഒന്ന് ആലോചിച്ചു. ജീപ്പിൻ്റെ വെളിച്ചത്തിൽ ഗുണ്ടകളുമായി പോരാടുന്നതിനിടയിൽ അങ്ങനെ ഒരു കരിങ്കൽ തറ അവിടെ കണ്ടതായി അവന് ഓർമ്മ വന്നു. വെല്ലിച്ച, അതൊരു പഴയ തറവാടാണെന്നാണ് ഞങ്ങൾ കരുതിയത്. അവിടെ എന്തോ ചെറിയ കാവ് പോലെ കണ്ടിരുന്നു. വെല്ലിച്ചൻ ദീർഘമായി ശ്വസിച്ചു. അത് വെറും കാവല്ല മക്കളെ. വർഷങ്ങൾക്ക് മുമ്പ് ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടി തങ്ങളുടെ പൂർവികർ അവിടെ വെച്ചൊരു പ്രതിഷ്ഠയാണത്. കാലക്രമേണ ആ വീട് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ആ പ്രതിഷ്ഠയും കാട് പിടിച്ച് കിടന്നു. എന്തിൻ്റെ പ്രതിഷ്ഠയാണ് വെല്ലിച്ച അത്? ജോലി ചോദിച്ചു. കതിവന്നൂർ വീരൻ്റെ പ്രതിഷ്ഠ. വലിയച്ഛൻ്റെ ശബ്ദത്തിൽ വലിയൊരു ആദരവുണ്ടായിരുന്നു. കതിവന്നൂർ വീരനോ? സുപ്രൂനെ പോലെ വടക്കേ മലബാറിലെ തെയ്യങ്ങളെക്കുറിച്ചോ ഐതിഹ്യങ്ങളെക്കുറിച്ചോ ജോജിക്കും ദാസപ്പനും വലിയ അറിവില്ലായിരുന്നു. വെല്ലിച്ചൻ തുടർന്നു. അതേ മക്കളെ, ജോജി പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കിയാൽ ഇരുട്ടിൽ വലിയൊരു ചുരികയുമായി വന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് ഒരു സാധാരണ മനുഷ്യനല്ല. അത് സാക്ഷാൽ കതിവന്നൂർ വീരൻ തന്നെയാകാനാണ് സാധ്യത. കാരണം അത്രയും വേഗത്തിലും അമാനുഷികമായ ശക്തിയിലും ആയുധം പ്രയോഗിക്കാൻ വെറുമൊരു മനുഷ്യന് കഴിയില്ല. മാത്രമല്ല, നിങ്ങളുടെ കൺമുന്നിൽ വെച്ചല്ലേ അദ്ദേഹം കാറ്റിൽ മാഞ്ഞുപോയത്. അത് കേട്ട് ജോജിക്കും ദാസപ്പനും വലിയൊരു കോരിത്തിരിപ്പുണ്ടായി. മിസ്റ്റർ മക്ലിൻ്റെ പുസ്തകത്തിൽ നിന്നും അമാനുഷിക ശക്തികളെയും ദുർദേവതകളെയും കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട്. ആ കാട്ടിൽ വെച്ച് വണ്ടി കേടായപ്പോൾ അവരെ ആക്രമിച്ചതും അത്തരം ദുഷ്ടശക്തികളായിരുന്നു. അതിനേക്കാൾ വലിയൊരു ദൈവികതയാണ് തങ്ങളുടെ രക്ഷയ്ക്ക് എത്തിയതെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. പക്ഷേ വെല്ലിച്ച, ഞങ്ങൾ ഒരുപാട് അപകടങ്ങളിൽ നിന്നും ഇതിനു മുമ്പ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും കാണാത്ത വലിയൊരു അത്ഭുതമാണ് ഇന്നിവിടെ നടന്നത്. എന്തിനായിരിക്കും ആ കാവൽ ദൈവം നേരിട്ട് വന്നത്? ദാസപ്പൻ ചോദിച്ചു. അതൊരു വലിയ നിയോഗമാണ് ദാസപ്പ. വെല്ലിച്ചൻ അഞ്ജലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കതിവന്നൂർ വീരൻ നീതിയുടെയും ധർമ്മത്തിൻ്റെയും കാവലാളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മാനസംരക്ഷണത്തിനായി പോരാടിയ വീരയോദ്ധാവ്. സ്വന്തം ജീവൻ പണയം വെച്ചാണെങ്കിലും ഈ പാവം പെൺകുട്ടിയെ നരാധമന്മാരിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ ആ കാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നില്ലേ? ആയുധമില്ലായിരുന്നിട്ടും നിങ്ങൾ അവരോട് പൊരുതിയില്ലേ? ആ സത്യസന്ധത കണ്ടുകൊണ്ടാണ് വീരൻ്റെ ചൈതന്യം അവിടെ അവതരിച്ചത്. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ചോര ആ മണ്ണിൽ വീണപ്പോൾ ആ കാവൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അത് കേട്ടപ്പോൾ ജോജിയുടെ കണ്ണുകൾ നിറഞ്ഞു. തങ്ങൾ ചെയ്ത നന്മയ്ക്ക് പ്രപഞ്ചം നൽകിയ വലിയൊരു സമ്മാനമായിരുന്നു ആ രക്ഷകൻ. ആരാ വിളിച്ച ശരിക്കും ഈ കതിവന്നൂർ വീരൻ? എന്താ അദ്ദേഹത്തിൻ്റെ കഥ? ജോജി വളരെ ആകാംക്ഷയോടെ വെല്ലിച്ചനോട് ചോദിച്ചു. തങ്ങളുടെ ജീവൻ കാത്ത ആ ദൃശ്യശക്തിയുടെ യഥാർത്ഥ ചരിത്രമറിയാൻ കോസ്റ്റ് കണ്ടേഴ്സ് കാത്തിരിക്കുകയായിരുന്നു. പുറത്ത് കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന ശബ്ദം മാത്രം കേൾക്കാം. വെല്ലിച്ചൻ ആ ഉമ്മറത്തെ മങ്ങി വെളിച്ചത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ വീരചരിത്രം പറയാൻ തുടങ്ങി. ജോജിയും ദാസപ്പനും ശ്വാസം അടക്കി പിടിച്ച് അത് കേട്ടിരുന്നു. മക്കളെ, വടക്കേ മലബാറിലെ ഏറ്റവും പ്രശസ്തവും കരുത്തുറ്റതുമായ തെയ്യക്കോലങ്ങളിൽ ഒന്നാണ് കതിവന്നൂർ വീരൻ. വെറുമൊരു കെട്ടുകഥയല്ല അത്. ജീവിച്ചിരുന്ന ചോരയും മാംസവുമുള്ള ഒരു യഥാർത്ഥ പോരാളിയുടെ ചരിത്രമാണ്. പണ്ട് കണ്ണൂർ ജില്ലയിലെ മങ്ങാട് എന്ന ദേശത്ത് ജനിച്ച മണ്ണപ്പൻ എന്ന ഒരു ചെറുപ്പക്കാരനാണ് പിന്നീട് നാട് കാക്കുന്ന കതിവന്നൂർ വീരനായി മാറിയത്. വെല്ലിച്ചൻ കസാരയിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു. ചെറുപ്പം മുതലേ ആയുധവിദ്യയിലും കളരിപ്പയറ്റിലും മണ്ണപ്പനെ വെല്ലാൻ ആ നാട്ടിൽ ആരുമില്ലായിരുന്നു. അത്രമാത്രം വഴക്കവും കരുത്തുമുള്ള ശരീരം. തൻ്റെ ചുരുകിയെ അവൻ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചു. എന്നാൽ ഒരു ദിവസം ചെറിയൊരു വിഷയത്തിൽ അച്ഛനുമായി ഉണ്ടായ വലിയൊരു പിണക്കത്തെ തുടർന്ന് അവന് സ്വന്തം വീടും നാടും വിട്ടിറങ്ങേണ്ടി വന്നു. നാട് വിട്ടവൻ എങ്ങോട്ടാണ് പോയത്? ജോജി ആകാംക്ഷയോടെ ചോദിച്ചു. കുടക് മലകൾ താണ്ടി വലിയൊരു കാടുകൾ കടന്ന് അവൻ എത്തിയത് കതിവന്നൂർ എന്ന ദേശത്താണ്. അവിടെ വെച്ച് അവൻ തൻ്റെ അമ്മാവൻ്റെ മകളായ ചെമ്പരത്തിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ഇരിക്കെയാണ് കുടക് മലകളിൽ നിന്നും അക്രമികളായ പടയാളികൾ കതിവന്നൂർ ദേശത്തേക്ക് ഇരച്ചു കയറിയത്. അവർ ആ നാട്ടിലെ പാവങ്ങളെ കൊള്ളയടിക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ദാസപ്പൻ്റെ മനസ്സിൽ ആ കാട്ടിലെ പഴയ വീടിന് മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ ഓടിയെത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന യാതൊരു ആക്രമണങ്ങളും കണ്ടു നിൽക്കുന്നവനായിരുന്നില്ല മണ്ണപ്പൻ. വലിയച്ഛൻ്റെ ശബ്ദം കുറച്ചുകൂടി ഗാംഭീര്യമുള്ളതായി മാറി. അവൻ തൻ്റെ പ്രിയപ്പെട്ട ചുരുകിയുമെടുത്ത് ആ ആക്രമികൾക്ക് നേരെ ഒറ്റയ്ക്ക് പടയിറങ്ങി. അമാനുഷികമായ വേഗതയിൽ അവൻ ചുരുക ചുഴറ്റി. അവൻ്റെ കരുത്തിന് മുന്നിൽ പിടിച്ചേൽക്കാൻ കഴിയാതെ അക്രമികൾ ഭയന്നോടി. എന്നിട്ട് അയാൾക്ക് എന്ത് സംഭവിച്ചു? ദാസപ്പൻ ചോദിച്ചു.
നേർക്കുനേർ നിന്നുള്ള ഒരു യുദ്ധത്തിലും മണ്ടപ്പനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവർ ചതി ഉപയോഗിച്ചു. യുദ്ധത്തിൽ ചിതറിപ്പോയ അക്രമികൾ പിന്നീട് ഇരുളിൽ പതിയിരുന്ന ചതിയിലൂടെ ആ വീരയോദ്ധാവിനെ വെട്ടിവീഴ്ത്തി. ധർമ്മത്തിനും നീതിക്കും വേണ്ടി പാവപ്പെട്ട സ്ത്രീകളുടെ സംരക്ഷണത്തിനായി പോരാടി മരിച്ച ആ വലിയ മനുഷ്യനെ പിന്നീട് ആ നാട് മുഴുവൻ തങ്ങളുടെ സ്വന്തം കാവൽ ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. അതാണ് കതിവന്നൂർ വീരൻ. വലിയച്ഛൻ കൈകൂപ്പി ജോജിയെ ദാസപ്പനെയും നോക്കി. അവൻ്റെ അമാനുഷികമായ ശക്തിയാണ് മക്കളെ ഇന്ന് കാട്ടിൽ നിങ്ങൾ കണ്ടത്. അഞ്ജലിയുടെ മാനവും ജീവനും അപകടത്തിലായപ്പോൾ ആ വീരൻ്റെ ചൈതന്യത്തിന് അനങ്ങാതിരിക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങളിലൂടെ അവൻ തൻ്റെ സംരക്ഷണം അവൾക്ക് നൽകുകയായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജോജിക്കും ദാസപ്പനും വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെട്ടു. തങ്ങൾ ജീവിക്കുന്നത് എത്ര വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പുസ്തകത്തിലെ താളുകളിലുള്ള മന്ത്രങ്ങൾക്കപ്പുറം ഈ പ്രപഞ്ചത്തിൽ നന്മയുടെ വലിയ കാവലാളുകൾ ഇപ്പോഴും ഉണർന്നിരിപ്പുണ്ടെന്ന സത്യം അവർക്ക് വലിയൊരു കരുത്തായി മാറി. ആ സമയത്ത് മയക്കത്തിൽ നിന്ന് ഉണർന്ന സുപ്രു പതുക്കെ വിളിച്ചു, ജോജിയേട്ടാ. വേദന കുറഞ്ഞതിൻ്റെ ആശ്വാസവും അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. നേരം പുലരാൻ തുടങ്ങിയിരുന്നു. രാത്രിയിലെ ആ ഭയാനകമായ സംഭവങ്ങളെല്ലാം പതുക്കെ ഒരു സ്വപ്നം പോലെ മാഞ്ഞു തുടങ്ങുകയാണെന്ന് അവർക്ക് തോന്നി. തങ്ങളുടെ പുതിയ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെയും വീരൻ്റെ സംരക്ഷണം ലഭിച്ചതിൻ്റെയും അഭിമാനത്തോടെ കോസ്റ്റ് ഗാർഡ് പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കാൻ തയ്യാറെടുത്തു. ഇടുക്കിയുടെ മലനിരകളിൽ നിന്നും കോടമഞ്ഞ് പതുക്കെ അകന്നു തുടങ്ങിയിരുന്നു. പ്രഭാതത്തിൻ്റെ ഇളവയിൽ വില്ലിച്ചന് വീടിന് മുറ്റത്ത് വന്നു വീണപ്പോൾ കഴിഞ്ഞ രാത്രിയിലെ ഭയാനകമായ സംഭവങ്ങളെല്ലാം ഒരു ദുസ്വപ്നം പോലെ അവർക്ക് തോന്നി. കിളികളുടെ ചിലക്കിലും തണുത്ത കാറ്റും ആ പ്രഭാതത്തെ ശാന്തമാക്കിയിരുന്നു. മയക്കത്തിൽ നിന്നും സുപ്രു പൂർണ്ണമായും ഉണർന്നു. വലിയച്ഛൻ നൽകിയ ആ നാടൻ മരുന്നിൻ്റെ ശക്തി കൊണ്ട് അവൻ്റെ തോളിലെ മുറിവിൻ്റെ വേദന വലിയ ശമനമുണ്ടാക്കിയിരുന്നു. മുറിവുണങ്ങാൻ ഇനിയും സമയമെടുക്കുമെങ്കിലും എഴുന്നേറ്റിരിക്കാനും നടക്കാനും അവന് ഇപ്പോഴും കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ടായപ്പോൾ? ജോജി അവനരികിലിരുന്ന് സ്നേഹത്തോടെ ചോദിച്ചു. കുഴപ്പമില്ല ജോജിയേട്ടാ, സുപ്രു പതുക്കെ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു. വലതു കൈ ആയതുകൊണ്ട് കുറച്ചുനാൾ ബിരിയാണി വാരി തിന്നാൻ ഇത്തിരി പാടുപെടും, അത്രയേ ഉള്ളൂ. മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്നിട്ട് തമാശ പറയാൻ മടിക്കാത്ത സുപ്രുവിൻ്റെ ആ പഴയ സ്വഭാവം തിരികെ വന്നതുകൊണ്ട് ദാസപ്പനും ജോജിയും വലിയൊരു ആശ്വാസത്തോടെ ചിരിച്ചു. അഞ്ജലി അവർക്ക് ചൂടുള്ള ചായയും പ്രാതലും കൊണ്ടുവന്ന് നൽകി. അവളുടെ മുഖത്തെ ഭയം പൂർണ്ണമായും മാറിയിരുന്നു. തന്നെ ജീവിതത്തിൽ സ്നേഹിച്ച വലിയച്ഛൻ്റെ സുരക്ഷിതത്വത്തിൽ അവൾ ഏറെ സന്തോഷവതിയാണ്. ചായ കുടിക്കുന്നതിനിടയിൽ വലിയച്ഛൻ ജോജിയോട് പറഞ്ഞു, ജോജി, നിങ്ങളുടെ വണ്ടി ആ കാട്ടിലല്ലേ കിടക്കുന്നത്? നമുക്ക് പോയി അതെടുത്തിട്ട് വരാം. ഗുണ്ടകളുടെ ജീപ്പ് അവിടെ കിടപ്പുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കാനും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജോജിയും ദാസപ്പനും വലിയച്ഛനും ആ കാട്ടുപാതയിലൂടെ വീണ്ടും താഴേക്ക് നടന്നു. രാത്രിയിൽ മരണഭയത്തോടെ ഓടി നടന്ന ആ കൊടുങ്കാട് പകൽ വെളിച്ചത്തിൽ വളരെ ശാന്തമായിരുന്നു. പക്ഷേ ആ വീടിൻ്റെ മുറ്റത്ത് ഗുണ്ടകൾ ഉപേക്ഷിച്ച ആ ജീപ്പ് അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മുറ്റത്ത് ചെടിയിൽ വഴിപാടുകളുടെ കഷ്ണങ്ങളും ചോരപ്പാടുകളും ബാക്കിയുണ്ട്. വലിയച്ഛൻ തൻ്റെ ഫോണിൽ നിന്നും ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. അടുത്തതായി വലിയച്ഛൻ പറഞ്ഞ ആ വലിയ പാലമരവും അതിന് താഴെ കാട് പിടിച്ച് കിടക്കുന്ന ആ കാവും കരിങ്കൽ തറയും അവർ കണ്ടു. ജോജിയും ദാസപ്പനും പരസ്പരം നോക്കി. തങ്ങളുടെയും അഞ്ജലിയുടെയും ജീവൻ കാത്ത സാക്ഷാൽ കതിവന്നൂർ വീരൻ്റെ കുടിയിരിപ്പ്. വലിയൊരു ഭക്തിയോടെ അവർ ആ പ്രതീക്ഷയ്ക്ക് മുന്നിൽ കൈകൂപ്പി നന്ദി പറഞ്ഞു. തുടർന്ന് അവർ തങ്ങളുടെ ഇന്നോവ കാറിനടുത്തേക്ക് നടന്നു. രാത്രിയിൽ വലിയൊരു അദൃശ്യശക്തി വരിഞ്ഞു മുറുകിയിരുന്ന ആ വണ്ടിയാണ്. ജോജി ഡ്രൈവിംഗ് സീറ്റിൽ കയറി താക്കോൽ തിരിച്ചു. വെറും യാതൊരു തകരാറുമില്ലാതെ എഞ്ചിൻ ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. കാറിൻ്റെ ഡാഷ്ബോർഡിലെ ലൈറ്റുകളെല്ലാം കൃത്യമായി പ്രകാശിച്ചു. ജോജി അത്ഭുതത്തോടെ ദാസപ്പനെ നോക്കി. ആ കാട്ടിലെ ദുഷ്ടശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ് രാത്രിയിൽ വണ്ടി അവിടെ വെച്ച് നിന്നുപോയെന്ന് അവർക്ക് പൂർണ്ണമായും മനസ്സിലായി. അല്ലെങ്കിൽ അഞ്ജലിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വണ്ടി ആ സമയം നോക്കി കതിവന്നൂർ വീരൻ തന്നെ ആ വണ്ടി അവിടെ വെച്ച് പിടിച്ചു നിർത്തിയതുമാകാം. യാതൊരു കുഴപ്പവുമില്ലാതെ വണ്ടിയുമായി അവർ വലിയച്ഛൻ്റെ വീടിന് മുറ്റത്ത് തിരിച്ചെത്തി. വെള്ളത്തൂരിലെ തറവാട്ടിലെ പ്രേതബാധ മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് അവർ. എന്നാൽ അതിനേക്കാൾ വലിയൊരു ദൗത്യം പ്രപഞ്ചം അവർക്കായി കാത്തുവെച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ജോജിക്ക് മനസ്സിലായി. ആ പെൺകുട്ടിയുടെ ജീവനും മാനവും കാക്കുക എന്നതായിരുന്നു തങ്ങളുടെ യഥാർത്ഥ നിയോഗം. കോസ്റ്റ് ഗാർഡേഴ്സ് മടക്കി യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. സുപ്രുവിനെ അവർ മുൻസീറ്റിലേക്ക് ശ്രദ്ധയോടെ കയറ്റിയിരുത്തി. യാത്ര പറയാനായി ജോജിയും ദാസപ്പനും വലിയച്ഛൻ്റെയും അഞ്ജലിയുടെയും അടുത്തേക്ക് ചെന്നു. മടക്കി യാത്രയ്ക്കായി കറുത്ത ഇന്നോവ കാർ മുറ്റത്ത് ഇരമ്പിക്കൊണ്ട് നിന്നു. ജോജിയും ദാസപ്പനും വലിയച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ച് യാത്ര ചോദിച്ചു. മക്കളെ, നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വലിയച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ കുട്ടിയുടെ ജീവനും മാനവും രക്ഷിച്ചത് നിങ്ങളാണ്. ആ കതിവന്നൂർ വീരൻ്റെ അനുഗ്രഹം മക്കൾക്ക് എപ്പോഴും ഉണ്ടാകും. വഴിയിൽ എന്ത് തടസ്സമുണ്ടായാലും ആദർശനായ കാവൽക്കാരൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഞങ്ങളല്ല വലിയച്ഛ, ആ കാവൽക്കാരനാണ് എല്ലാം ചെയ്തത്. ഇനി ഒരിക്കലും അഞ്ജലിക്ക് ഒരു ആപത്തും വരില്ല. ജോജി വലിയച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അഞ്ജലിയുടെ മുഖത്തും വലിയൊരു ആശ്വാസവും പുഞ്ചിരിയും ഉണ്ടായിരുന്നു. അവളെ നോക്കി കൈവീശി കാണിച്ച് ജോജിയും ദാസപ്പനും കാറിലേക്ക് കയറി. ജോജി ഡ്രൈവിംഗ് സീറ്റിലും ദാസപ്പൻ പുറകിലുമാണ് കയറിയത്. പരിക്കേറ്റ സുപ്രു മുൻവശത്തെ പാസഞ്ചർ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിപ്പുണ്ടായിരുന്നു. വണ്ടി പതുക്കെ മുന്നോട്ടെടുത്തു. ഇടുക്കിയുടെ മനോഹരമായ പ്രഭാതത്തിലേക്ക്
വലിയൊരു ദൗത്യം പൂർത്തിയാക്കിയതിൻ്റെ അഭിമാനത്തോടെ ഗോസ്റ്റ് കണ്ടേഴ്സ് മടങ്ങുകയാണ്. കാർ മുറ്റം കടക്കാൻ തുടങ്ങിയ ആ നിമിഷം സുപ്രു തൻ്റെ സൈഡ് ഗ്ലാസ്സിലൂടെ വെറുതെ പുറത്തേക്ക് നോക്കി. വലിയച്ഛന് പിന്നിലായി ഉമ്മറത്തോട് ചാരി നിൽക്കുന്ന അഞ്ജലി. അവളുടെ കണ്ണുകൾ കാറിനുള്ളിലെ സുപ്രുവിനെ തന്നെയാണ് തിരിയുന്നത്. തന്നെ നോക്കുന്ന സുപ്രുവിനെ കണ്ടതും അവളുടെ മുഖത്ത് അതിമനോഹരമായ ഒരു നാണം മിന്നിമറഞ്ഞു. വെറുമൊരു നന്ദിയായിരുന്നില്ല ആ നോട്ടത്തിൽ. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച യഥാർത്ഥ ഹീറോയോടുള്ള വലിയൊരു ആരാധനയും ഒപ്പം ആരും കാണാതെ അതിതീവ്രമായ ഒരു പ്രണയവും ആ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ സുപ്രുവിനെ മാത്രം നോക്കി വളരെ മനോഹരമായി ഒന്നുകൂടി ചിരിച്ചു. സുപ്രുവിൻ്റെ നെഞ്ചിരിപ്പ് കൂടി. അവൻ്റെ തോളിലെ മുറിവിൻ്റെ വേദനയെല്ലാം ഒറ്റ നോട്ടത്തിൽ എങ്ങോട്ടോ മാഞ്ഞുപോയി. അവൻ വേഗത്തിൽ ജോജിയെയും ദാസപ്പനെയും ഒളികണ്ണാൽ നോക്കി. റോഡിലേക്ക് വണ്ടി ശ്രദ്ധിച്ചോടിക്കുന്ന ജോജിയോ മിസ്റ്റർ മക്ലിൻ്റെ പുസ്തകത്തിൽ നോക്കിയിരിക്കുന്ന ദാസപ്പനോ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കാർ വലിയച്ഛൻ്റെ മുറ്റം കടന്ന് റോഡിലേക്ക് കയറി. കാറിൻ്റെ സൈഡ് മിററിലൂടെ അഞ്ജലിയുടെ ആ പ്രണയം നിറഞ്ഞ ആ മുഖം മാഞ്ഞു പോകുന്നതുവരെ സുപ്രു നോക്കിയിരുന്നു. അവൾ തനിക്ക് മാത്രം നൽകിയ ആ മനോഹരമായ ചിരിയിൽ പൂർണ്ണമായും വീടുപോയ സുപ്രു ചുറ്റും നോക്കി വേറെ ആരും അത് കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വലിയൊരു കളച്ചിരിയോടെ പതുക്കെ സ്വയം മന്ത്രിച്ചു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇടുക്കിയുടെ വളഞ്ഞ റോഡിലൂടെ കോടമഞ്ഞിലേക്ക് ആ ഇന്നോവ കാർ കുതിച്ച് പായുകയായിരുന്നു. കാടിൻ്റെ ഇരുണ്ട ശക്തികൾക്കും മനുഷ്യരൂപമുള്ള ചെകുത്താന്മാർക്കുമിടയിൽ ധർമ്മത്തിൻ്റെയും പ്രണയത്തിൻ്റെയും അദൃശ്യമായ ഒരു വലിയ ലോകമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകമറിയാത്ത ഗോസ്റ്റ് കണ്ടേഴ്സ് തങ്ങളുടെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര തുടർന്നു.